ഹായ്, ഇത് +2 സേ എക്സാം മാത്സ് എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. സേ എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 32 മാർക്കിൻ്റെ ചോദ്യം ഞാൻ ഒരു വീഡിയോയിൽ പഠിപ്പിച്ചു തരാം. 32 മാർക്കിൻ്റെ കറക്റ്റ് 32 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ ഈ ഒരു ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊരു 25 മാർക്കെങ്കിലും നിങ്ങൾക്ക് എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. കാരണം മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ കാര്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ ഈ ഒരു ചോദ്യങ്ങൾ നിങ്ങൾ എന്തായാലും പഠിച്ചു പോവുക. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് മെട്രിക്സിലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണിത്. കൺസ്ട്രക്ട് എ 2/3 മെട്രിക്സ് എ ഇസ് ഈക്വൽ ടു AIJ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഹൂസ് എലമെന്റ്സ് ആർ ഗിവൺ ബൈ AIJ ഈക്വൽ ടു 2i+j. ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്താണെന്നറിയോ? 2/3 മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 റോയും ആദ്യത്തത് റോ രണ്ടാമത്തത് കോളുമാണ്. 2 റോയും 3 കോളം ഉള്ള ഒരു മെട്രിക്സാണ്. അപ്പോൾ 2 റോ ഉണ്ടാവും പക്ഷേ 3 കോളം നമ്മൾ ഇങ്ങനെ ആയിട്ട് മാർക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ എ എന്ന് പറയുന്ന മെട്രിക്സ് എഴുതുന്ന സമയത്ത് എ ഇസ് ഈക്വൽ ടു 2 റോയും വേണം 3 കോളവും വേണം. അപ്പോൾ നമ്മൾ എങ്ങനെ എലമെൻറ്റ്സ് ചെയ്താൽ ഇത് ഫസ്റ്റ് എലമെൻറ്റ്, ഇവിടെ വരുന്നത് രണ്ടാമത്തത്, ഇവിടെ മൂന്നാമത്തത്, ഇതാ ഇവിടെ അടുത്തത്. അതായത് ഇപ്പോൾ നോക്ക് 2 റോ ആണുള്ളത്. അപ്പോൾ ഇതാ 2 റോ 3 കോളം 2/3 ആണ് ഇതിൻ്റെ ഓർഡർ. അപ്പോൾ ആദ്യത്തെ റോയിൽ ആദ്യത്തെ കോളം എലമെൻറ്റ് A11 എന്ന് എഴുതാം. ആദ്യത്തെ റോയിലെ രണ്ടാമത്തെ കോളം എലമെൻറ്റ് A12, ആദ്യത്തെ റോയിലെ മൂന്നാമത്തെ കോളത്തിലെ എലമെൻറ്റ് A13 എന്ന് എഴുതാം. ഇവിടെ രണ്ടാമത്തെ റോയിലെ ഫസ്റ്റ് കോളം എലമെൻറ്റ് A21 എന്നും രണ്ടാമത്തെ റോയിലെ രണ്ടാമത്തെ കോളം എലമെൻറ്റ് A22 എന്നും ഇത് നിങ്ങൾ A23 എന്നും എഴുതാം. ഇനി നിങ്ങളോട് പറഞ്ഞത് ഈ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാനാണ്. അപ്പോൾ വളരെ സിമ്പിളാണ്. നിങ്ങൾ ഓരോ പൊസിഷനിലുള്ള എലമെൻറ്റ് ഏതാണെന്ന് കണ്ടെത്തിയാൽ മതി. നമുക്ക് ആദ്യം ഇവിടെ AIJ ഈക്വൽ ടു എത്ര എന്ന് തന്നിട്ടുണ്ട്. AIJ എന്ന് പറഞ്ഞാൽ 2i+j. അങ്ങനെയാണ് നോക്ക്. A11 എന്തായിരിക്കും? ഇവിടെ ഐക്ക് പകരം 1 കൊടുക്കുക, ജെക്ക് പകരം 1 കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആൻസർ 2 × 1 + 1 വരും. അതായത് ആൻസർ ഈസ് 2 + 1 3. ആൻഡ് അടുത്തത് A12 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 × ഐക്ക് പകരം 1 കൊടുക്കുക പ്ലസ് ജെ അല്ലേ രണ്ടാമത്തത്, അതിന് പകരം 2. അപ്പോൾ 2 + 2 = 4. ഇനി അടുത്തത് A13 കൊടുക്കുന്ന സമയത്ത് 2 × ഐക്ക് പകരം 1 പ്ലസ് ജെക്ക് പകരം 3. അപ്പോൾ 2 + 3 = 5. ആൻഡ് അടുത്തത് A21 എഴുതണം. A21 എന്ന് പറയുമ്പോൾ 2 × ഐക്ക് പകരം 2 പ്ലസ് ജെക്ക് പകരം 1. അപ്പോൾ 2 × 2 4, 4 + 1 5. അടുത്തത് A22 എന്ന് പറയുമ്പോൾ 2 × 2 പ്ലസ് ജെക്ക് പകരം 2. അപ്പോൾ 4 + 2 6. ആൻഡ് അടുത്തത് A23 നിങ്ങൾ എഴുതുന്ന സമയത്ത് 2 × ഐക്ക് പകരം 2 ആൻഡ് ജെക്ക് പകരം 3. അപ്പോൾ 4 + 3 = 7. ഇനി എങ്ങനെ, വാട്ട് ഈസ് നെക്സ്റ്റ്? ഇനി നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഈ A എന്ന് പറയുന്ന മെട്രിക്സ് എഴുതിയാൽ മതിയടാ. ആദ്യം നിങ്ങൾ ഓർഡർ അനുസരിച്ച് ഇതുണ്ടാക്കിയെടുക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതുണ്ടാക്കി, അതായത് നിങ്ങൾക്ക് ഓരോ പൊസിഷനിലുള്ള എലമെൻറ്റ് ഏതാണെന്ന് മനസ്സിലായാലേ നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റും. അപ്പോൾ എത്ര എണ്ണം ഉണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. 2 റോയും 3 കോളുമാണ്. അപ്പോൾ ഇങ്ങനെയാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ഇനി നോക്കി, A11 എന്ന് പറയുന്നത് 3, A12 എന്ന് പറയുന്നത് 4, A13 എന്ന് പറയുന്നത് 5 ആൻഡ് A21 എന്ന് പറയുന്നത് 5, അടുത്തത് A22 6, A23 7. അപ്പോൾ ഇതാണ് നിങ്ങളുടെ A എന്ന് പറയുന്ന മെട്രിക്സ്. ക്ലിയർ? ഇനി ഇത് ചിലപ്പോൾ പല രീതിയിൽ ചോദിക്കട്ടോ. 2/2 മെട്രിക്സ് ആകാം, ഇവിടെ അതിന് പകരം 2i+j ഹോൾ² ആകാം, i+j ÷ 2 ആകാം. എങ്ങനെയാണെങ്കിലും നിങ്ങൾ ഐക്കും ജെക്കും ഈ വാല്യൂസ് കൊടുത്തിട്ട് മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്താൽ മതി. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മെട്രിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണിത്. അടുത്തത് മെട്രിക്സിൽ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു സംഭവമാണിത്. എക്സ്പ്രസ് എ മെട്രിക്സ്. ഒരു മെട്രിക്സ് തരും ആസ് സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. 4 മാർക്കിനാണ് സാധാരണ രീതിയിൽ ഇത് ചോദിക്കാറുള്ളത്. ചിലപ്പോൾ 3 മാർക്കിനും ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ എങ്ങനെയാണ് ഒരു മെട്രിക്സിനെ സിമെട്രിക് മെട്രിക്സിൻ്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെയും സമ്മായിട്ട് എഴുതുക? ഇത് വളരെ സിമ്പിളാണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഈ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എന്താണെന്ന് എഴുതുക. A⁻, അല്ലെങ്കിൽ A' എന്നാണ് എഴുതുക, അല്ലെങ്കിൽ A⁻T എന്നാണ് എഴുതുക. ഇതിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റോയിലുള്ള എലമെൻസിനെ പിടിച്ച് കോളമാക്കി എഴുതും. അതായത് ഫസ്റ്റ് റോ നോക്ക്, 2 - 2 - 4, അത് നമ്മൾ ഫസ്റ്റ് കോളമായിട്ട് എഴുതും. രണ്ടാമത്തെ റോ -1 3 4 അല്ലേ, അത് നമ്മൾ രണ്ടാമത്തെ കോളമായിട്ട് എഴുതും. മൂന്നാമത്തെ റോ 1 - 2 - 3 അല്ലേ, അത് നമ്മൾ മൂന്നാമത്തെ കോളമായിട്ട് എഴുതും. ഓക്കെ, എന്നിട്ട് ചെയ്യേണ്ട കാര്യം, ഇതൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. A is equal to ½ × A + A ട്രാൻസ്പോസ് പ്ലസ് ½ × A - A ട്രാൻസ്പോസ്. ഈ ഇക്വേഷൻ ആണ് എന്ന് വെരിഫൈ ചെയ്ത് കാണിച്ചു കൊടുത്താൽ മതി. അതായത് A എന്ന് പറയുന്ന മെട്രിക്സിനെ ഇതൊരു ½ × A + A ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ഒരു സിമെട്രിക് മെട്രിക്സും ½ × A - A ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സുമാണ്. അത് രണ്ടിൻ്റെയും സമ്മായിട്ട് എഴുതാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതിനാദ്യം ചെയ്യേണ്ടത് A എന്താണെന്ന് എഴുതുക, A ട്രാൻസ്പോസ് എന്താണെന്ന് എഴുതുക. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ A + A ട്രാൻസ്പോസ് എഴുതുക. A + A ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ Aയും A ട്രാൻസ്പോസും കൂടി ആഡ് ചെയ്യുക. ആഡ് ചെയ്യൽ എങ്ങനെയാണെന്നറിയോ? കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിലാണ് നമ്മൾ ആഡ് ചെയ്യുക. അതായത് ഇവിടെ 2, ഇവിടെ 2. അപ്പോൾ 2 + 2 ചെയ്യുമ്പോൾ 4 ആണ്.
ഇവിടെ -2, ഇവിടെ -1, -2 + -1, -2 -1 -3 കിട്ടും. അവിടെ -4, ഇവിടെ 1, -4 + 1 -3 കിട്ടും. കാൽക്കുലേഷനൊക്കെ നിങ്ങൾ നല്ലതുപോലെ ചെയ്യാം കേട്ടോ. -1 + -1 -2 -3 കിട്ടും. 3 + 3 6 കിട്ടും. 4 + -2 4 -2 2 കിട്ടും. 1 + -4 1 -4 -3 കിട്ടും. -2 + 4 2 കിട്ടും. -3 + -3 -3 -6 കിട്ടും. ഓക്കെ, ഇനി ഇതിൻ്റെ ഹാഫ് എടുക്കണം. ഹാഫ് ഇൻറ്റു A + A ട്രാൻസ്പോസ്, അതാണല്ലോ നമുക്ക് ആ ഇക്വേഷനിൽ വേണ്ടത്. അപ്പോൾ നിങ്ങൾ എല്ലാ എലമെൻറ്റിനെയും ഹാഫ് എടുത്താൽ മതി. അതായത് ഇതൊരു മെട്രിക്സ്, ഇതിന് ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ, അപ്പോൾ 4നെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും 2. -3ൻ്റെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് -3/2 കിട്ടും. ഈ -3നെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് നിങ്ങൾക്ക് -3/2 കിട്ടും. ഇവിടെയും നിങ്ങൾക്ക് -3/2 വരും. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് 3 വരും. 2ൻ്റെ ഹാഫ് 1 ആൻഡ് -3യുടെ ഹാഫ് -3/2, 2ൻ്റെ ഹാഫ് 1, -6ൻ്റെ ഹാഫ് -3. അപ്പോൾ ഇതാണ് A + A ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. ഇതേപോലെ A - A ട്രാൻസ്പോസ് നിങ്ങൾ എഴുതണം. A - A ട്രാൻസ്പോസ് എഴുതുന്ന സമയത്ത് ശ്രദ്ധിച്ചോ, A - A ട്രാൻസ്പോസ് ഇതും സിമ്പിളാണ്. നിങ്ങൾ ആദ്യം എയിൽ നിന്ന് A ട്രാൻസ്പോസ് മൈനസ് ചെയ്യണം. അപ്പോൾ 2 - 2 ഇത് 0, -2 -1 -2 + 1 എന്നാണ് വരിക, അത് -1. മൈനസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണേ, -4 -1 അത് -5 എന്ന് കിട്ടും. -1 -2 -1 + 2 എന്ന് കിട്ടും, അത് 1. 3 - 3 അത് 0. 4 -2 4 + 2 6. 1 -4 1 + 4 5. -2 -4 -6 -3 -3 അത് -3 + 3 ആവും 0. ഇനി ഇതിനെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഹാഫ് ഇൻറ്റു A - A ട്രാൻസ്പോസ്. അപ്പോൾ ഹാഫ് ഇൻറ്റു A - A ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എല്ലാ എലമെൻറ്റിനെയും ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ 0, ഇവിടെ -1/2, ഇവിടെ -5/2, ഇവിടെ 1/2, ഇവിടെ 0, 6ൻ്റെ ഹാഫ് 3, ഇവിടെ 5/2 ആൻഡ് ഇവിടെ -6ൻ്റെ ഹാഫ് -3, 0യുടെ ഹാഫ് 0. റെഡി? ഇനി എന്താ ചെയ്യേണ്ടത്? ഈ ഇക്വേഷൻ പോലെ അങ്ങ് എഴുതുക. അപ്പോൾ ഹാഫ് ഇൻറ്റു A + A ട്രാൻസ്പോസും കിട്ടി, ഹാഫ് ഇൻറ്റു A - A ട്രാൻസ്പോസും കിട്ടി. ഇത് രണ്ടും ആഡ് ചെയ്താൽ കിട്ടുന്നത് A എന്ന് പറയുന്ന മെട്രിക്സ് ആണെന്ന് കാണിച്ചു കൊടുക്കുക. അത്ര പരിപാടിയുള്ളൂ. സോ ഇത് 4 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ കുറച്ച് ചെയ്യാനുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. ഞാൻ എഴുതാൻ പോകുന്നത് ഹാഫ് ഇൻറ്റു A + A ട്രാൻസ്പോസ് എന്ന് പറയുന്ന മെട്രിക്സും അതേപോലെ തന്നെ ഹാഫ് ഇൻറ്റു A - A ട്രാൻസ്പോസ് എന്ന് പറയുന്ന മെട്രിക്സും ഇത് രണ്ടിൻ്റെയും സമ്മ്. ഇത് എഴുതുന്ന സമയത്ത് നമുക്ക് 2 - 3/2 2 - 3/2 -3/2 -3/2 -3/2 -3/2 3 1 and -3/2 1 -3 -3/2 3 1 -3 1 -3. അപ്പോൾ ഇങ്ങനെയാണ് അത് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ മെട്രിക്സ് കംപ്ലീറ്റ് ചെയ്തു. പ്ലസ് ഹാഫ് ഇൻറ്റു A - A ട്രാൻസ്പോസ് ചെയ്തതിന് ഇത് വരുന്നത് 0 -1/2 -5/2 0 -1/2 -5/2 ആൻഡ് അടുത്തത് 1/2 0 3 1/2 0 3 അടുത്തത് 5/2 -3 0 5/2 -3 0. ഓക്കെ, ദെൻ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ A ആണ് കിട്ടുകയെന്ന് കാണിച്ചു കൊടുത്താൽ മതി. സിമ്പിളാണ്. അപ്പോൾ നോക്ക്, നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഇതാ 2 + 0, അടുത്തത് -3/2 പ്ലസ് -1/2, അടുത്തത് -3/2 പ്ലസ് -5/2 ആൻഡ് അടുത്തത് -3/2 പ്ലസ് 1/2, അടുത്തത് 3 + 0, അടുത്തത് 1 + 3, അടുത്തത് -3/2 പ്ലസ് 5/2, അടുത്തത് 1 പ്ലസ് -3, അടുത്തത് -3 + 0. ഇത് A തന്നെ ആയിരുന്നോ കിട്ടുക എന്നുള്ളത് നമുക്ക് നോക്കാം. 2 + 0 എന്ന് പറഞ്ഞാൽ 2, -3 പ്ലസ് -1 -4 ആണ്. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് 2 തന്നെ മതി. അപ്പോൾ -4/2 നിങ്ങൾക്ക് ആൻസർ കിട്ടുക -2. ഇത് ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് 2 മതി. -3 പ്ലസ് -5 എന്ന് പറഞ്ഞാൽ -3 -5 -8 -8ൻ്റെ ഹാഫ് -4. അടുത്തത് -3 + 1 എന്ന് പറയുമ്പോൾ -2, ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ -2/2 -1 കിട്ടും. ഇവിടെ 3 + 0 3 കിട്ടും. 1 + 3 4 കിട്ടും. -3 + 5 2, ഡിനോമിനേറ്ററിൽ 2 തന്നെ ഉണ്ടാവുക. 2/2 1 ആയിരിക്കും. 1 + -3 1 -3 അത് -2 കിട്ടും. -3 + 0 -3. ഇതാണ് നിങ്ങളുടെ A എന്ന് പറയുന്ന മെട്രിക്സ്. ആണോ എന്ന് ചെക്ക് ചെയ്യും. 2 - 2 -4 -1 3 4 1 -2 -3. യെസ്, അപ്പോൾ നിങ്ങൾക്ക് A ആണ് ആ ഹാഫ് ഇൻറ്റു A + A ട്രാൻസ്പോസും ഹാഫ് ഇൻറ്റു A - A ട്രാൻസ്പോസും ആഡ് ചെയ്തപ്പോൾ കിട്ടിയത്. ഇത്രയുള്ള പരിപാടി. 4 മാർക്കിൻ്റെ ചോദ്യമാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കണം, ചെയ്യണം. ഓക്കെ, ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. ഈ ഒരു ചോദ്യം 6 മാർക്കിനാണ് ചോദിക്കാറുള്ളത്. ഇതെന്തായാലും ചോദിക്കും. 6 മാർക്കിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ്.
അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾ ആ ഒരു സ്റ്റെപ്പിൽ അങ്ങ് എഴുതി വെച്ചാൽ മതി. ചിലപ്പോൾ അതിൻ്റെ എ ക്വസ്റ്റ്യനും ബി ക്വസ്റ്റ്യനൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ചോദിക്കും. എന്ത് ചോദിച്ചാലും അത് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഫസ്റ്റ് സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ബൈ മെട്രിക്സ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഫസ്റ്റ് ചോദ്യം ചോദിക്കുക ചിലപ്പോൾ റെപ്രസെൻറ്റ് ദീസ് ദ ഗിവൺ സൊല്യൂഷൻ എക്സ് ഈക്വൽ ടു ബി എക്സ് ഈക്വൽ ടു റെപ്രസെൻറ്റ് ദ സൊല്യൂഷൻ ഇൻ ദ ഫോം എക്സ് ഈക്വൽ ടു ബി എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം എയും എക്സും ബിയും ഒക്കെ എന്താണെന്ന് ഫൈൻഡ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. എ എക്സ് ഈക്വൽ ടു ബി എ എന്ന് പറയുന്ന മെട്രിക്സ് ഇതാ നോക്ക്. നിങ്ങളുടെ ഇതിലുള്ള എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും മുമ്പിലുള്ള നമ്പേഴ്സ് ഇവിടെ എക്സിൻ്റെ മുമ്പിൽ 2, ഇവിടെ വൈയുടെ മുമ്പിൽ -3 ആണ്, ഇവിടെ സെഡിൻ്റെ മുമ്പിൽ 5. രണ്ടാമത്തേതിൽ 3 2 -4 3 2 -4. മൂന്നാമത്തേതിൽ 1 1 -2 1 1 -2. ഇതാണ് എ എന്ന് പറയുന്ന മെട്രിക്സ്. ഇൻറ്റു എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് നിങ്ങൾ എഴുതുമ്പോൾ അതൊരു കോളം മെട്രിക്സ്, അതായത് ഒരൊറ്റ കോളം വരുന്ന രീതിയിൽ XYZ എഴുതുക. ഇതാണ് നിങ്ങളുടെ എക്സ് എന്ന് പറയുന്ന മെട്രിക്സ്. ബി എന്ന് പറയുന്ന മെട്രിക്സ് ഇതാ ഇങ്ങനെ എഴുതുക. അതായത് റൈറ്റ് സൈഡിലുള്ള ആ 3 നമ്പേഴ്സ് ഇല്ലേ, അതിങ്ങനെ താഴോട്ടേക്കായിട്ട് ഒരൊറ്റ കോളമായിട്ട് എഴുതിയാൽ മതി. ദിസ് ഈസ് മെട്രിക്സ് ബി. ക്ലിയർ? അപ്പോൾ ഇനി എന്താ ചെയ്യുക? വാട്ട് ഈസ് നെക്സ്റ്റ്? നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കണ്ടെത്തണമെങ്കിൽ, അതായത് എക്സ് കണ്ടെത്തുക, എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ എക്സ് കണ്ടെത്താനുള്ള ഇക്വേഷനാണ് എ ഇൻവേഴ്സ് ഇൻറ്റു ബി. ആദ്യം പഠിച്ചു വെക്കേണ്ടത് ഇതാണ്. ഇനി എന്താ എ ഇൻവേഴ്സ് എന്ന് പഠിച്ചു വെക്കണം. എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു അഡ്ജോയിൻ്റ്. അപ്പോൾ ഞാൻ ഓരോന്നും എങ്ങനെ കണ്ടെത്തുക എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തരാം. ആദ്യം ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ എങ്ങനെയാണ് കണ്ടെത്തുക. ഇതാണല്ലോ നിങ്ങളുടെ എ എന്ന് പറയുന്ന മെട്രിക്സ്. എ എന്ന് പറയുന്ന മെട്രിക്സ് ഇതാണല്ലോ. അപ്പോൾ അതിൻ്റെ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ നമ്മൾ ഇങ്ങനെ എഴുതും. ചെയ്യേണ്ട രീതി, ഫസ്റ്റ് എലമെൻറ്റ് എടുക്കുക 2 ഇൻറ്റു ഇതിന് നേരെയുള്ള റോയും കോളവും ക്യാൻസൽ ചെയ്യുക. ബാക്കി വരുന്ന 4 എലമെൻസിൻ്റെ ഡിറ്റർമിനൻറ്റ് ഫൈൻഡ് ചെയ്യുക. അതെങ്ങനെയാണ്? ഇത് ക്രോസിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2 × -2 2 × -2 -1 × -4 1 × -4. ഓക്കെ, അപ്പോൾ ആദ്യത്തത് കഴിഞ്ഞ് ഇനി ആദ്യത്തതിന് മുമ്പിൽ എപ്പോഴും പ്ലസ് ആയിരിക്കും. രണ്ടാമത്തത് തുടങ്ങുമ്പോൾ, അതായത് ഈ എലമെൻറ്റ് തുടങ്ങുന്ന സമയത്ത് മൈനസ് അതിൻ്റെ മുമ്പിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ മൈനസ് ഇവിടെയുള്ള നമ്പർ ഏതാ നോക്കുക, -3 ഇൻറ്റു നേരത്തതുപോലെ തന്നെ ഇതിന് നേരെയുള്ള റോയും കോളവും ക്യാൻസൽ ചെയ്യുക. അപ്പോൾ 3 × -2 -1 × -4 വരും. അതേപോലെ എഴുതി കൊടുക്കുക. 3 × -2 -1 × -4. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ, ഇത് കണ്ടെത്തണം. അപ്പോൾ ആദ്യത്തത് പ്ലസ്, രണ്ടാമത്തത് മൈനസ്, മൂന്നാമത്തതിന് മുമ്പിൽ പ്ലസ്സാണ് വരിക. പ്ലസ് മൈനസ് പ്ലസ് അങ്ങനെയാണ്. അപ്പോൾ +5 ഇൻറ്റു അതിൻ്റെ മുമ്പിലുള്ള നമ്പർ നോക്ക്, മൂന്നാമത്തെ നമ്പർ 5 ഇൻറ്റു ഇതിന് നേരെയുള്ള റോ ക്യാൻസൽ ചെയ്യുക, കോളം ക്യാൻസൽ ചെയ്യുക. 1 × 3 മൈനസ് പിന്നെ അടുത്ത് വരിക 1 × 2 എന്നാണ്. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്താൽ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ കിട്ടി. നോക്ക് നിങ്ങൾ 2 × -2 -4 -4 മൈനസ് ഇത് 1 × -4 അല്ലേ വരിക. അപ്പോൾ നമുക്ക് -4 മൈനസ് 1 × -4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടുന്നത് -4 തന്നെയാണ്. ശരിയല്ലേ? ഓക്കെ, എൻ്റെ അടുത്തത് അപ്പോൾ -4 + 4 ഇത് 0 ആയിപ്പോവും. ഇവിടെ +3 എന്ന് വരും. 3 × -2 -6 മൈനസ് 1 × -4 എന്ന് പറഞ്ഞാൽ -4 കിട്ടും. ആൻഡ് പ്ലസ് അടുത്തത് 5 ഇൻറ്റു 1 × 3 3 3 - 2 എന്ന് വരും. 3 - 2 എന്ന് പറഞ്ഞാൽ 1 അല്ലേ. അപ്പോൾ ഇത് 0 ആയിപ്പോയി. ഓക്കെ, അത് എഴുതണ്ട. 2 × 0 ഇത് -6 + 4 എന്നല്ലേ വരിക. -6 + 4 എന്ന് പറഞ്ഞാൽ -2 -2 × 3 എന്ന് പറഞ്ഞാൽ -6 ആണ് കിട്ടുക. 3 - 1 ആണ്. 1 × 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5. അപ്പോൾ -6 + 5 -6 + 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -1 ആണ്. ഇതാണ് നിങ്ങളുടെ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ. ഇത് തെറ്റിക്കരുത്. ഓക്കെ, ഡിറ്റർമിനൻറ്റ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് നെക്സ്റ്റ്? അടുത്തത് നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം, ഡിറ്റർമിനൻറ്റ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്ജോയിൻ്റ് കണ്ടെത്തണം. അപ്പോൾ അഡ്ജോയിൻ്റ് കണ്ടെത്തണമെങ്കിൽ ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. അഡ്ജോയിൻ്റ് കണ്ടെത്താനുള്ള 3/3 മെട്രിക്സ് നിങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങളുടെ ആ 3/3 മെട്രിക്സ് 4 തവണ എഴുതുക. വേറെ രീതിയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ എഴുതുന്ന സമയത്ത് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള മെത്തേഡ് ഇതാണ്. അപ്പോൾ 2 - 3 5 2 - 3 5 ആൻഡ് 3 2 - 4 3 2 - 4 ദെൻ 1 1 - 2 1 1 - 2 3 2 - 4 അല്ലേ. ഓക്കെ, ഇത് 4 തവണ എഴുതുക. ഒരു തവണ ഇങ്ങോട്ട് 2 - 3 5 3 2 - 4 1 1 - 2 ഒന്ന് താഴോട്ട് 2 - 3 5 3 2 - 4 1 1 - 2. അതിൻ്റെ അടുത്തത് 2 - 3 5 3 2 - 4 1 1 - 2. ഓക്കെ, ഇനി ചെയ്യേണ്ട സ്റ്റെപ്പ് പറഞ്ഞേരേ. ഈ ബൗണ്ടറിയിൽ വരുന്ന ഈ എലമെൻറ്റ്സ് ഇല്ലേ, അവസാനങ്ങളിൽ വരുന്ന ഈ എലമെൻറ്റ്സ് ഒക്കെ കട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇനി വരുന്നത് വെച്ചിട്ട് നമ്മൾ എഴുതാൻ പോകുന്ന മെട്രിക്സിനെയാണ് നമ്മൾ കോഫാക്ടർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഈ കോഫാക്ടർ മെട്രിക്സ് എങ്ങനെ എഴുതുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവം ഈസിയാണ്, ശ്രദ്ധിച്ചാൽ മതി. കോഫാക്ടർ മെട്രിക്സ് ഈക്വൽ ടു നിങ്ങൾ ഓരോ 4 വീതമുള്ളത് സെറ്റ് ആക്കിയിട്ട് എടുക്കുക. 4 എന്നിട്ട് അതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ കണ്ടെത്തിയാൽ മതി. അതായത് ആദ്യം ഇത് 2 × -2 -4
മൈനസ് 1 ഇൻറ്റു -4 അതായത് -4 എന്ന് വരും. അടുത്തതാ ഇത് 1 ഇൻറ്റു -4 മൈനസ് നോക്കണേ -4 മൈനസ് ഇത് 3 ഇൻറ്റു -2 -6. അപ്പോൾ അടുത്തും കിട്ടി. അടുത്തത് 3 ഇൻറ്റു 1 3 മൈനസ് 1 ഇൻറ്റു 2 2 അടുത്തും കിട്ടി. ഇനി അടുത്ത റോൻ്റെ എലമെൻറ്റ്സ് എഴുതേണ്ടത്. ഫസ്റ്റ് റോ ഉള്ളത് കഴിഞ്ഞ് ഇനി അടുത്ത റോയിലുള്ളത് അത് എഴുതുന്ന സമയത്ത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ 4 പിന്നെ കൺസിഡർ ചെയ്യുക. 1 ഇൻറ്റു 5 മൈനസ് -2 ഇൻറ്റു -3 അതായത് 6 കഴിഞ്ഞ്. അപ്പോൾ ഇതും കഴിഞ്ഞു. അടുത്തത് -2 ഇൻറ്റു 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -4 മൈനസ് 1 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 5. അപ്പോൾ ഇതും കഴിഞ്ഞു. അടുത്തത് 1 ഇൻറ്റു -3 -3 മൈനസ് 1 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 2 അതും കഴിഞ്ഞു. അടുത്തത് -3 ഇൻറ്റു -4 12 മൈനസ് 2 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 10 അതും കഴിഞ്ഞു. 5 ഇൻറ്റു 3 അത് 15 മൈനസ് 2 ഇൻറ്റു -4 അത് -8 അതും കഴിഞ്ഞു. 2 ഇൻറ്റു 2 4 മൈനസ് ആൻഡ് 3 ഇൻറ്റു -3 -9 അപ്പോൾ അതും കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് അടിപൊളിയാക്കി എഴുതുന്ന സമയത്ത് -4 + 4 0 കിട്ടും. -4 + 6 2 കിട്ടും. 3 - 2 1 കിട്ടും. 5 - 6 -1 കിട്ടും. -4 -5 -9 കിട്ടും. -3 -2 -5 കിട്ടും. 12 - 10 2 കിട്ടും. 15 + 8 23 കിട്ടും. 4 + 9 13 കിട്ടും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ കോഫാക്ടർ മെട്രിക്സ്. ഇനി അഡ്ജോയിൻ്റ് എന്താണെന്നറിയോ? അഡ്ജോയിൻ്റ് ഓഫ് എ എന്ന് പറയുന്നത് നിങ്ങളുടെ കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ആണ്. കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസിനെയാണ് നമ്മൾ അഡ്ജോയിൻ്റ് എന്ന് പറയുക. ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ മുകളിൽ ഒരു ഡാഷ് ഇട്ട് കൊടുക്കുന്നതല്ലേ. അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്പോസിനെയാണ് നമ്മൾ അഡ്ജോയിൻ്റ് എന്ന് പറയാം. ടി ഇട്ട് കൊടുത്താലും പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ട്രാൻസ്പോസ് എഴുതുമ്പോൾ ഫസ്റ്റ് റോ 0 2 1 അല്ലേ, അത് നിങ്ങൾ ഫസ്റ്റ് കോളമായിട്ട് എഴുതുക. സെക്കൻഡ് റോനെ നിങ്ങൾ സെക്കൻഡ് കോളമായിട്ട് എഴുതുക. തേർഡ് റോനെ നിങ്ങൾ ഇവിടെ തേർഡ് കോളമായിട്ട് എഴുതുക. അതായത് നേരെ ഉള്ളത് തിരിച്ച് പിടിച്ച് കുത്തനെ എഴുതുക. ഇത്ര പരിപാടിയുള്ളൂ. അപ്പോൾ അഡ്ജോയിൻ്റ് എയും കിട്ടി. ഓക്കെയാണ്. കോഫാക്ടർ മെട്രിക്സ് കണ്ടെത്തിയത് എങ്ങനെയാണെന്ന് ആലോചിക്കുക. അതിൻ്റെ കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുത്താലാണ് അഡ്ജോയിൻ്റ് കിട്ടുക എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അടുത്തത് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞ കാര്യം, നമുക്ക് എക്സ് കണ്ടെത്തണം. എക്സ് കണ്ടെത്താനുള്ള ഇക്വേഷൻ x = A 1 B ആയിരുന്നു. x = A 1 B. ആൻഡ് ആ A 1 നമ്മൾ എന്ത് പറഞ്ഞത്? 1/ഡിറ്റർമിനൻറ്റ് A ഇൻറ്റു അഡ്ജോയിൻ്റ്. A 1 കാണാനുള്ള ഇക്വേഷനാണ് 1/ഡിറ്റർമിനൻറ്റ് A ഇൻറ്റു അഡ്ജോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അഡ്ജോയിൻ്റ് ഇൻറ്റു അവിടെ ഒരു ബി കൂടിയുണ്ട്. ഓക്കെ. അപ്പോൾ ഡിറ്റർമിനൻറ്റ് -1 അല്ലേ. ആൻഡ് നിങ്ങളുടെ അഡ്ജോയിൻ്റ് എന്ന് പറയുന്നത് ഏതാ നോക്ക്. അഡ്ജോയിൻ്റ് ഇത് 0 - 1 2 2 - 9 23 ദെൻ നെക്സ്റ്റ് 1 - 5 13 1 - 5 13 എന്നിട്ട് ഇതിനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ബി എന്ന് പറഞ്ഞാൽ ആദ്യം ഇത് ഈ മെട്രിക്സ് 11 - 5 - 3 കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ചിലപ്പോൾ ഇവിടെ വേറെ ഏതെങ്കിലുമൊക്കെ നമ്പറൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്യാം. ഈ മെട്രിക്സിൻ്റെ ഓർഡർ 3/3 ആണ്. ഈ മെട്രിക്സിൻ്റെ ഓർഡർ 3/1 ആണ്. അപ്പോൾ കിട്ടുന്ന മെട്രിക്സിൻ്റെ ഓർഡർ, അതായത് ഇത് രണ്ടും സെയിം ആണെങ്കിൽ കിട്ടുന്ന മെട്രിക്സിൻ്റെ ഓർഡർ ഇതും ചേർത്തുള്ള 3/1 ആയിരിക്കും. അപ്പോൾ ഇതിങ്ങനെ തന്നെ പഠിച്ചു വെച്ചു. എങ്ങനെ സാർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1/-1 എന്ന് പറഞ്ഞാൽ -1, അത് നമുക്ക് ലാസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ റോയിൽ എലമെൻസിനെ ഈ കോളത്തിലെ എല്ലാ എലമെൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഫസ്റ്റ് എലമെൻറ്റ്സ് കിട്ടും. ഫസ്റ്റ് എലമെൻറ്റ് കിട്ടും. അപ്പോൾ 0 × 11 അത് 0 പ്ലസ് എല്ലാം ആഡും ചെയ്യണേ. 0 × 11 ചെയ്യുക 0 പ്ലസ് -1 × -5 +5 പ്ലസ് 2 × -3 -6 ആദ്യത്തെ എലമെൻറ്റ് കിട്ടി. ഇനി രണ്ടാമത്തെ റോനെ ഫസ്റ്റ് കോളത്തിൽ എല്ലാ എലമെൻറ്റും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പോൾ നോക്ക്. അപ്പോൾ ഈ റോയും ഈ കോളവും ഇത് കഴിഞ്ഞു. ഇനി ഇവിടെ ഒരു കോളം കൂടി ഉണ്ടെങ്കിൽ ഈ റോയും ഈ കോളവും മൾട്ടിപ്ലൈ ചെയ്തിട്ട് അടുത്ത എലമെൻ്റ് ആയിട്ട് എഴുതേണ്ടിയിരുന്നു. അത് നിങ്ങൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ 2 × 11 22 പ്ലസ് -9 × -5 45 പ്ലസ് 23 × -3 -69. അടുത്തത് 1 × 11 അപ്പോൾ ഇനി ഈ റോയും ഈ കോളമാണ്. 1 × 11 11 പ്ലസ് -5 × -5 25 പ്ലസ് 13 × -3 -39. ഓക്കെ. അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ -1 × -1 പ്ലസ് -1 -1 22 പ്ലസ് 45 67 67 -69 എന്ന് പറഞ്ഞാൽ -2 11 പ്ലസ് 25 36 -39 എന്ന് പറഞ്ഞാൽ -3. നിങ്ങൾക്ക് കണ്ടെത്തേണ്ടത് എക്സ് എന്ന് പറയുന്നത്. എക്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നിങ്ങളുടെ XYZ എന്ന് പറയുന്ന മെട്രിക്സാണ്. ഇതാണ് എക്സ് എന്ന് പറയുന്നത്. ഈ -1 ഉള്ളിലോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ XYZ എന്ന് പറയുന്ന മെട്രിക്സ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. -1 × -1 1 -1 × -2 2 -1 × -3 3 ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതാണ് നിങ്ങളുടെ XYZ എന്ന് പറയുന്ന മെട്രിക്സ്. ഇനി എക്സിൻ്റെ വൈൻ്റെ സെറ്റിൻ്റെ വാല്യൂ കണ്ടെത്താനും ബുദ്ധിമുട്ടില്ല.
ഇവിടെയുള്ള ആദ്യമുള്ളത് ഇവിടെ ഉള്ളതിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 1, രണ്ടാമതിനുള്ളതിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ വൈയുടെ വാല്യൂ 2, മൂന്നാമതുള്ളതിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ സെഡിൻ്റെ വാല്യൂ 3. മെത്തേഡ് മനസ്സിലാക്കുക കേട്ടോ. എന്നിട്ട് ഒരു ചോദ്യം എക്സ്ട്രാ നിങ്ങൾ കണ്ടെത്തിയിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് സോൾവ് ചെയ്ത് നോക്ക്, കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. വളരെ സിമ്പിളാണ്, പഠിച്ചിരിക്കുക. ഓക്കെ, 6 മാർക്കിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ. അടുത്തത്, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ എലിപ്സ്. ഇത് ഇൻ്റഗ്രേഷൻ, അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷൻ എന്നുള്ളത് ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത് നിങ്ങൾ 4 മാർക്ക് കിട്ടും ഈ ഒരു ചോദ്യം പഠിച്ചാൽ. സർക്കിളിൻ്റെതും വരുന്നത് ഏകദേശം ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ഒരു ചോദ്യം നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കുക. ഞാൻ ഇതിൻ്റെ ഐഡിയ പറഞ്ഞു തരാം, ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞുതരാം. സോ ഇഫ് യു ക്യാൻ ട്രൈ ടു സോൾവ്. സോ നോക്കും, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ എലിപ്സ്. എലിപ്സിൻ്റെ ഫിഗർ വരുന്നത് ഇങ്ങനെയും ഇങ്ങനെയും. അപ്പോൾ ഇതിൽ ഏത് എലിപ്സ് ആണെന്നുള്ളത് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. ഒറ്റ കാര്യം, ഇവിടെ എഴുതിയ നമ്പേഴ്സില്ല താഴെ വരുന്നത്, ഈ നമ്പറിൽ വലിയ നമ്പറിനാണ് നമ്മൾ A² എന്ന് പറയുക. അപ്പോൾ A² 25ഉം ചെറിയ നമ്പറിനാണ് നമ്മൾ B² എന്ന് പറയാം. വലുത് ഏതാണോ അത് B². ബിഗ് കേട്ടോ, ബിഗ് ആണ് എന്ത് A² ആയിട്ട് വരുന്നത്. താഴെ വരുന്നതിൽ ബിഗ് ആണ് എന്ത് A² ആയിട്ട് വരിക. അപ്പോൾ അത് വേറെ അങ്ങനെ അങ്ങോട്ട് മാറിയിട്ടുണ്ടെങ്കിലൊക്കെ വലുത് ഏതാണോ അത് A². ഇനി A² 25 ആണെങ്കിൽ അതിൻ്റെ റൂട്ട് എടുത്താൽ, അതായത് ഈ സ്ക്വയർ അങ്ങോട്ട് പോയാൽ A നിങ്ങൾക്ക് കിട്ടുക 5 ആണ്, B² 16 ആണെങ്കിൽ B നിങ്ങൾക്ക് കിട്ടുക 4 ആണ്. ഓക്കെ, ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോ. ഈ എലിപ്സ് നമുക്കൊന്ന് വരയ്ക്കണം. അപ്പോൾ എലിപ്സ് വരയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരിക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ ഈസിയാണ്, നിങ്ങളത് മനസ്സിലാക്കി എടുക്കണം എന്നുള്ളതാണ്. സോ ഈ ഒരു ചോദ്യം പഠിച്ചാൽ 4 മാർക്ക് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു എലിപ്സിൻ്റെ സ്ട്രക്ചർ നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അതായത് ഏതിൻ്റെ താഴെയാണ് വലിയ നമ്പർ ഉള്ളത് നോക്കും, X² താഴെ. അപ്പോൾ X ആക്സിലേക്ക് ഇങ്ങനെ വീതിയിൽ വരുന്ന എലിപ്സാണ് വരയ്ക്കുക. അതായത് ഇങ്ങനെയുള്ള എലിപ്സ് ആയിരിക്കും വരയ്ക്കാം. ഈ ഒരു കൈൻഡ് ഓഫ് എലിപ്സ് ആണ് നമ്മൾ വരയ്ക്കാം. അപ്പോൾ ഇങ്ങനെയാണ് എലിപ്സ് കിട്ടുക. കുറച്ചുകൂടി ഒന്ന് വേണമെങ്കിൽ വലുതാക്കാം. ഇനി Y ആക്സിസിൻ്റെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ Y² താഴെയാണെങ്കിലോ വലുത് വരുന്നത്, Y² താഴെയാണ് വലുത് വരുന്നതെങ്കിൽ Y ആക്സിസിലേക്ക് ഇങ്ങനെ നിവർന്ന് കിടക്കുന്ന എലിപ്സ് ആയിരിക്കും. ഇനി അടുത്തത്, ഈ X ആക്സിലെ ഈ എൻ പോയിന്റിനെയാണ് നമ്മൾ A എന്ന് പറയുന്ന പോയിന്റ് വെച്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ A 5 അല്ലേ, അപ്പോൾ ഇവിടെ നിങ്ങൾ കൊടുക്കേണ്ട പോയിന്റ് 5 ഇവിടെ എപ്പോഴും കൊടുക്കേണ്ടത്. അതായത് എവിടേക്കാണോ ഇത് വലുതായി കിടക്കുന്നത് അതിൻ്റെ എൻ പോയിൻ്റാണ് നമ്മൾ A കൊടുക്കുക. അപ്പോൾ ഇവിടുത്തെ A എന്ന് പറയുന്നത് ഇത്, ആ ഈ പോയിന്റ് എന്താണ് 5. അപ്പോൾ A = 5. ഇവിടെ കൊടുക്കേണ്ടത് B ആണ്, അപ്പോൾ B = 4. ഈ 2 കാര്യങ്ങൾ കിട്ടി. ഇത് സെൻറ്ററാണ്, കറക്റ്റ് സെൻറ്ററാണ്, ഇത് 0 ആയിരിക്കും. ഓക്കെ, ഇനി നമ്മളൊരു കേവിൻ്റെ, അതായത് ഇതാണല്ലോ നിങ്ങളുടെ കേവ്, ഈ കേവിൻ്റെ അണ്ടറിൽ ഒരു ക്വാഡ്രൻറ്റിലുള്ള ഏരിയ കണ്ടെത്തുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എവിടെ മുതൽ എവിടെ വരെ നോക്കണം. അതായത് ഇത് X 0 ആകുന്ന സമയത്തുള്ള വാല്യൂ ആണ്, ഇത് X 5 ആകുന്ന സമയത്തുള്ള വാല്യൂ ആണ്. അപ്പോൾ 0 മുതൽ 5 വരെ ഈ കേവിനെ നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇൻ്റഗ്രേഷൻ ബുദ്ധിമുട്ടായിരിക്കും, ഈ ഒരു ചോദ്യം പഠിക്കാൻ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു ക്വാഡ്രൻറ്റിലെ ഏരിയ കിട്ടും, ഈ ഒരു ക്വാഡ്രൻറ്റിലെ മാത്രം ഏരിയ, ഈ ഒരു ക്വാഡ്രൻറ്റിലെ മാത്രം ഏരിയ കിട്ടും. അപ്പോൾ ഈ ഒരു ക്വാഡ്രൻറ്റിൽ ഏരിയ കിട്ടണമെങ്കിൽ ഈ കേവ് നമ്മളെപ്പോഴും Y = f(x) എന്ന് പറഞ്ഞെടുക്കണം. കാരണം എന്തിനാ, നമ്മൾ X ആക്സിസിലെ പോയിൻ്റാണ് 0 മുതൽ 5 വരെയുള്ളത് എടുക്കുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷൻ എക്സിൻ്റെ ടേമിലായിരിക്കണം. അപ്പോൾ നിങ്ങൾ ഏരിയ ഇൻ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നോക്കണേ, ആദ്യത്തെ ക്വാഡ്രൻറ്റിലുള്ള ഏരിയ നിങ്ങൾ ഫൈൻഡ് ചെയ്യുമ്പം എവിടെ മുതൽ എവിടെ വരെ, 0 മുതൽ 5 വരെ നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ 0 to 5, ഇൻ്റഗ്രൽ 0 to 5. അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് ആ ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, f(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ, പക്ഷേ ഉണ്ടല്ലോ നിങ്ങളോട് ചോദ്യം ചോദിച്ചത് ഏരിയ ഓഫ് റീജിയൻ ബൗണ്ടഡ് ബൈ ദ എലിപ്സ് എന്നാണ്. അപ്പോൾ ഈ ഒരു ക്വാഡ്രൻറ്റിലെത്തത് മാത്രം കണ്ടെത്തിയിട്ട് കാര്യമല്ല. അപ്പോൾ നമ്മൾ ഏരിയ ഓഫ് എലിപ്സ് കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ ഈ സംഭവം, അതായത് നിങ്ങൾക്ക് കിട്ടിയ ഇതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം ഇതേപോലെയുള്ള 4 പീസുകൾ ഈക്വൽ ആയിട്ടുണ്ട്. അപ്പോൾ 4 × 0 to 5 f(x) dx. ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത്. അടുത്ത സ്റ്റെപ്പിലുണ്ടല്ലോ ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്താണെന്നറിയോ, 4 മാർക്കാണ് ചോദിക്കുന്നതെങ്കിലും കുറച്ചിത് ചെയ്യാനുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഫംഗ്ഷൻ എക്സിൻ്റെ ടേമിലാകണം. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഫംഗ്ഷൻ ഇല്ല. നമുക്ക് ഈ കേവിൻ്റെ ഇക്വേഷൻ അറിയാവുന്നത് ഇതാ നോക്കി, ഇങ്ങനെയാണ് x² / 25 + y² / 16 = 1. ഇതിനെനിക്ക് y = എന്ന് പറഞ്ഞ് മാറ്റി എഴുതണം. y = എന്ന് പറഞ്ഞ് മാറ്റി എഴുതിയാൽ നമ്മൾ വിജയിച്ചു. ആ സംഭവം ഇവിടെ കൊടുക്കേണ്ടത്, കാരണം y = f(x) എന്നാണ് നമ്മുടെ ഫംഗ്ഷൻ. ക്ലിയർ? അപ്പോൾ ഞാൻ മാറ്റി എഴുതുന്ന സമയത്ത് ഇതിനാ x² / 25 + y² / 16 = 1 അല്ലേ. y = എന്ന് പറഞ്ഞ് മാറ്റണം. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകുക. ഇവിടെ y ഉള്ള ടേം മാത്രം ഇവിടെ നിൽക്കട്ടെ. y² / 16 = 1 - പ്ലസ് ഉള്ളത് അങ്ങോട്ട് പോയാൽ മൈനസ് ആയി. ഓക്കെ, ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിക്കുന്നു.
y² ഈസ് ഈക്വൽ ടു ബൈ 16 ഞാൻ അങ്ങോട്ട് എടുക്കുന്നുണ്ട്, അതേ സമയം തന്നെ ബൈ 16 അങ്ങോട്ട് പോയാൽ ഇൻറ്റു ആവുമല്ലോ. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. 1 × 25 മൈനസ് x² ഡിവൈഡഡ് ബൈ 25 ഇങ്ങനെ മാറ്റി എഴുതിയിട്ടുണ്ട്. തെറ്റില്ല എന്ന് വിചാരിക്കുന്നു. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, ബൈ ഉള്ളത് അങ്ങോട്ട് കൊണ്ട് ഇനിയും ആയിട്ടില്ല. y ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതുന്ന സമയത്ത് സ്ക്വയർ റൂട്ട് ഓഫ് ഇവിടെ ഒരു 16 ഉണ്ട്, ഡിനോമിനേറ്ററിൽ ഒരു 25 ഉണ്ട്. അപ്പോൾ 16/25 ഇങ്ങനെ എഴുതാം. ആൻഡ് ഉള്ളിലുള്ളത് ഈ 25 എന്ന് പറഞ്ഞാൽ 5² അല്ലേ, അതങ്ങനെ മാറ്റി എഴുതിക്കോ. 5² മൈനസ് x². കുറച്ചുകൂടി ഒരു സൗകര്യം അതാണ്, നമുക്കത് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. അങ്ങനെയാണ് y ഈസ് ഈക്വൽ ടു 16 റൂട്ട് ഉണ്ട് 4 25 റൂട്ട് ഉണ്ട്, അപ്പോൾ 4/5 എന്ന് അതിനെ എഴുതാം. ഇതിൻ്റെ റൂട്ട് നമ്മളിതാ എഴുതുന്നില്ല, അതായത് 5² മൈനസ് x² എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ വെക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് y ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ എക്സ്പ്രഷനെ മാറ്റുക. വിച്ച് മീൻസ് ഇവിടെ നിങ്ങൾ എഴുതേണ്ടത് എന്താണെന്ന് അറിയാടാ, 4/5 റൂട്ട് ഓഫ് 5² മൈനസ് x² എന്നുള്ളതാണ്. അതായത് നിങ്ങളിനി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങൾ എഴുതേണ്ടത് എന്താണെന്ന് അറിയാടാ, 4 × 0 to 5 റൂട്ട് ഓഫ് നോക്കണേ 4/5 ഇൻറ്റു റൂട്ട് ഓഫ് 5² മൈനസ് x² ആൻഡ് ഇൻറ്റു ഒരു dx കൂടിയും ചെയ്യണം. ക്ലിയർ ആയോ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഈ സംഭവം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, വലിയ പ്രശ്നങ്ങളൊന്നും ഉള്ളതല്ല. അപ്പോൾ ഇത്രയും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി എന്ത്, വാട്ട് ഈസ് നെക്സ്റ്റ്? അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുക? അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ പഠിച്ചിരിക്കേണ്ട ഒരു ഇക്വേഷൻ, അത് എന്തായാലും വേണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ളതാണ്. ആ ഇക്വേഷൻ ഞാനൊന്ന് ഇവിടെ എഴുതി തരാം. ആ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെയാണ് ആ ഇക്വേഷൻ വരുന്നത്. നോക്കിക്കേ, റൂട്ട് ഓഫ് integral root of a² minus x² dx. a² minus x² dx ആണെങ്കിൽ which is equal to x/2 ഇൻറ്റു നോക്കിക്കോ x/2 ഇൻറ്റു റൂട്ടിൻ്റെ ഉള്ളിൽ എന്താണോ ഉള്ളത് അത് a² മൈനസ് x² പ്ലസ് a²/2 സൈൻ ഇൻവേഴ്സ് x/a ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുക. ഒരു പ്ലസ് സി കൂടി ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ആ പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, x/2 റൂട്ട് ഓഫ് a² മൈനസ് x² പ്ലസ് a²/2 സൈൻ ഇൻവേഴ്സ് x/a. അപ്പോൾ ഇവിടുത്തെ കേസിലെ ഇതാണ് a². നോക്ക് നിങ്ങൾ, ഇതാണ് a². അപ്പോൾ ഇതാണ് a² മൈനസ് x². a² 5² ആണെങ്കിൽ a ഈസ് ഈക്വൽ ടു 5. a ഈസ് ഈക്വൽ ടു 5. ക്ലിയർ? ഇനി ഇത് നമ്മുടെ ഇക്വേഷൻ പ്രകാരം എഴുതുന്നതിന് മുമ്പേ ഞാൻ ഈ കോൺസ്റ്റൻറ്റുകളൊക്കെ ഒന്ന് പിടിച്ച് പുറത്തിടുന്നുണ്ട്. ഈ 4/5 ഇല്ലേ, ഇത് പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ ഇങ്ങനെ കിട്ടും, 4 × 4/5. എന്നിട്ട് ഇപ്പോൾ ബാക്കിയുള്ളത് എന്താണോ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതിയടാ. അതായത് റൂട്ട് 5² മൈനസ് x² dx ഇത് ചെയ്യുക നിങ്ങൾ. അടുത്ത സ്റ്റെപ്പിൽ 4 × 4 16 ആണ്, അപ്പോൾ 16/5 എന്നൊക്കെ എഴുതാം. ആൻഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇനി ശ്രദ്ധിക്കണം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം റൂട്ടിൻ്റെ ഉള്ളിലുള്ളത് എന്താണോ അതിൻ്റെ മുമ്പ് ഒരു x/2 കൊടുക്കുക. അപ്പോൾ അതാ x/2 റൂട്ടിൻ്റെ ഉള്ളിലുള്ളത് എന്തോ അത്, അപ്പോൾ a² മൈനസ് x², 5² മൈനസ് x² പ്ലസ് a²/2. a² എന്ന് പറഞ്ഞാൽ 25 അല്ലേ, അപ്പോൾ 25/2 അത് ഇക്വേഷൻ പ്രകാരമാണ്. സൈൻ ഇൻവേഴ്സ് x/a, അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സിന് പകരം ഒന്നും കൊടുക്കണ്ട, ബൈ a എന്ന് പറഞ്ഞാൽ എത്രയാടാ 5, കാരണം a² 5². ഇത് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഇവിടെയുള്ള വാല്യൂസ് ഇത് 0യും ഇത് 5ഉം അത് കൊടുക്കുക. ഇനി ഭയങ്കര സിമ്പിളാണ്. നിങ്ങളുടെ ഈ ക്വസ്റ്റ്യനിൽ എവിടെയൊക്കെ എക്സ് ഉണ്ടോ അവിടെയൊക്കെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ഇത് പുറത്തവിടെ അങ്ങനെ നിൽക്കട്ടെ, എവിടെയൊക്കെ എക്സ് ഉണ്ടോ അവിടെയൊക്കെ 5 കൊടുക്കാം. മൈനസ് എവിടെയൊക്കെ 0 എക്സ് ഉണ്ടോ അവിടെയൊക്കെ പിന്നെ 0 കൊടുക്കുക. അപ്പോൾ എക്സ് ഉള്ളിടത്ത് ആദ്യം അപ്പർ ലിമിറ്റും എക്സ് ഉള്ളിടത്ത് പിന്നെ ലോവർ ലിമിറ്റും കൊടുക്കണം. ഞാൻ എക്സ് ഉള്ളിടത്ത് 5 കൊടുത്താൽ 5/2 ഇൻറ്റു റൂട്ട് ഓഫ് നോക്കണേ 5² മൈനസ് 5² അത് കഴിഞ്ഞു, പ്ലസ് ഈ 25/2 അവിടെ ഒന്നും ഇവിടെ എക്സ് ഇല്ല, അപ്പോൾ 25/2 സൈൻ ഇൻവേഴ്സ് x/a എന്നുണ്ട്, എക്സിന് പകരം 5 കൊടുക്കുക, അപ്പോൾ സൈൻ ഇൻവേഴ്സ് 5/5 ഇത് കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞു. മൈനസ് എക്സിൻ്റെ അടുത്തൊക്കെ ഇനി 0 കൊടുക്കുക. 0 കൊടുക്കുമ്പോൾ നോക്കണേ 0/2 റൂട്ട് ഓഫ് 5² മൈനസ് 0², 5² മൈനസ് 0² അങ്ങനെ തന്നെ വരാം. അടുത്തത് പ്ലസ് 25/2 സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ അടുത്ത് 0 കൊടുക്കുമ്പോൾ 0/2 എന്ന് വരും, അപ്പോൾ ഇതും കഴിഞ്ഞു. ഇനി ഇതാ നോക്ക്, അപ്പോൾ പരിപാടികളൊക്കെ നമ്മൾ ഏകദേശം തീർക്കുന്നുണ്ട്. അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്കിത് ഞാൻ സിമ്പിളായിട്ട് ഒന്നുകൂടി പറഞ്ഞുതരാം. നോക്കിക്കോ, ഇവിടെ 5² മൈനസ് 5² എന്ന് പറഞ്ഞാൽ 0 അല്ലേ, റൂട്ട് 0 എന്ന് പറഞ്ഞാൽ 0, അപ്പോൾ ഈ ടേം മൊത്തത്തിൽ അങ്ങ് 0 ആയി പോകും. ഇവിടെ 25/2 സൈൻ ഇൻവേഴ്സ് 5/5 എന്ന് പറഞ്ഞാൽ 1 ആണ്, അപ്പോൾ അതങ്ങനെ നിൽക്കട്ടെ. അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്ന സമയത്ത് ഈ 0/2 എന്ന് പറഞ്ഞാൽ 0, അപ്പോൾ ഈ ടേം 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് 0 ആയി പോകും. സൈൻ ഇൻവേഴ്സ് 0/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈൻ ഇൻവേഴ്സ് 0 അതും 0,
അപ്പോൾ 0നെ കൊണ്ട് ഒരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താൽ ഇതും എന്തായി പോവും, 0 ആയി പോവും. അപ്പോൾ ഇനി നിങ്ങൾ ബാക്കിയുള്ളത് എഴുതണമെന്നില്ല, -0 എന്നാണ് വരിക. അത് നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിലും വലിയ ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ലല്ലോ, കഴിഞ്ഞു. ഇത്ര എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത്? അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നോക്കിയാൽ ഇവിടെ 16/5 ഉണ്ട് ഇൻറ്റു പ്ലസ് ചെയ്താലൊക്കെ ഇപ്പം ബാക്കി ഇത് മാത്രമല്ലേ ഉള്ളൂ, 25/2 സൈൻ ഇൻവേഴ്സ് ഇത് മാത്രമേ ഉള്ളൂ. 25/2 സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാലേ ഇത് ശ്രദ്ധിക്കണം, സൈനിൻ്റെ വാല്യൂ 1 ആകുന്ന ആംഗിൾ അത് π/2. സൈൻ ഇൻവേഴ്സ് 1 = π/2. അതും അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. അപ്പോൾ ഇത് എന്തായാലും ഈ ഒരു ചോദ്യത്തിൽ ആവശ്യം വരും. അപ്പോൾ ഇവിടെ π/2 കൊടുക്കുക. കഴിഞ്ഞ പരിപാടി ഇല്ല. നമ്മളൊന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം. 16/2 × 2 എന്ന് പറഞ്ഞാൽ 4 അല്ലേ, അതങ്ങനെ നിൽക്കട്ടെ. 25 ഇതാ ഈ 5 ഇതിൻ്റെ അടിയിലും എഴുതി ഇൻറ്റു ഒരു π. 16/4 എന്ന് പറഞ്ഞാൽ 4 ആണ്. ഓക്കെ. 25/5 എന്ന് പറഞ്ഞാൽ 5 ആണ് ഇൻറ്റു ഒരു π. 4 × 5 എന്ന് പറഞ്ഞാൽ 20 അല്ലേ, അപ്പോൾ 20π. അപ്പോൾ 20π ആയിരിക്കും ഇതിൻ്റെ ഏരിയ ആണെങ്കിൽ അത് നമ്മൾ സ്ക്വയർ യൂണിറ്റ് എന്നൊക്കെ കൊടുക്കാറുണ്ട്. ഇനി അതിപ്പോൾ കൊടുത്തിട്ടില്ലെങ്കിലും തെറ്റൊന്നുമില്ല. 20π ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ. വലിയ ചോദ്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, പക്ഷേ ഇതേപോലെയുള്ള ഒരു ചോദ്യം കൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പെർഫെക്റ്റ്. ക്ലിയർ? 4 മാർക്കിൻ്റെ ചോദ്യമാണ്, മിസ്സാക്കണ്ട. ഓക്കെ. ഇനി അടുത്ത ചോദ്യം നോക്ക്. വെക്റ്ററിൽ നിന്ന് നിങ്ങളെ ഞാൻ പഠിപ്പിച്ച പോകുന്ന ചോദ്യം, വെക്റ്റർ ഓൾജിബ്ര. ദ ക്വസ്റ്റ്യൻ ഈസ് find the projection of the vector I plus 3j plus 7k on the vector 7i minus j plus 8k. പ്രൊജക്ഷൻ ഓഫ്, ഞാൻ എ എന്ന് പറയുന്ന വെക്ടറും ബി എന്ന് പറയുന്ന വെക്ടറൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. എ എന്ന് പറയുന്ന വെക്ടർ ആദ്യത്തത് I plus 3j plus 7k ആൻഡ് ബി എന്ന് പറയുന്ന വെക്ടർ ഞാൻ എടുക്കുന്നത് 7i minus j plus 8k. നോക്കണേ നിങ്ങൾ, പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി നോക്കണേ. പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി, പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി എന്ന് പറഞ്ഞാൽ A.B ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ബി. ഇത് ഇക്വേഷൻ ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ. പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി ദാറ്റ് ഈസ് ഈക്വൽ ടു A.B ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ബി. മാഗ്നിറ്റ്യൂഡ് ബി എന്നാണ് അത് റീഡ് ചെയ്യുക. അതെങ്ങനെ കണ്ടെത്തുക എന്നുള്ളതൊക്കെ പറഞ്ഞുതരാം. മാഗ്നിറ്റ്യൂഡ് ബി ആദ്യം ഞാൻ കണ്ടെത്തി കാണിച്ചു തരാം. മാഗ്നിറ്റ്യൂഡ് ബി എന്ന് പറഞ്ഞാൽ ഒരു റൂട്ട് കൊടുക്കുക. ആ റൂട്ടിൻ്റെ ഉള്ളിൽ ഇവിടെ ആദ്യത്തെ ഐയുടെ മുമ്പിലുള്ള നമ്പർ നോക്കുക, 7. ആ 7ൻ്റെ സ്ക്വയർ പ്ലസ് ഇട്ട് കൊടുക്കുക. രണ്ടാമത്തെ ജെൻ്റെ മുമ്പിലുള്ളത്, ജെൻ്റെ മുമ്പിൽ ആരുമില്ല എന്നുള്ളതിൻ്റെ അർത്ഥം 1 ഉണ്ട് എന്നുള്ളതാണ്. അപ്പം മൈനസ് ഉള്ളത് കൊണ്ട് -1 ആണത്. അപ്പം -1ൻ്റെ അതിൻ്റെയും സ്ക്വയർ എടുക്കുക പ്ലസ് കെൻ്റെ മുമ്പിലുള്ളത് 8, അതിൻ്റെയും സ്ക്വയർ എടുക്കുക. ഇതെല്ലാം കൂടി ആഡ് ചെയ്യും. 7ൻ്റെ സ്ക്വയർ 49, -1ൻ്റെ സ്ക്വയർ 1, 8ൻ്റെ സ്ക്വയർ 64. ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ 49ഉം 1ഉം 50ഉം 64ഉം 114 കിട്ടുക. അപ്പോൾ റൂട്ട് 114 നിങ്ങളുടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മാഗ്നിറ്റ്യൂഡ് ബി റൂട്ട് 114 ആണെങ്കിൽ നിങ്ങളുടെ ചോദ്യത്തിൽ അടുത്ത ആളുണ്ട് A.B. അപ്പോൾ A.B എങ്ങനെ എഴുതുക എന്നറിയോ? A.B ഇതും വളരെ ഈസിയാണ്. എ എന്ന് പറയുന്ന ആ വെക്റ്റർ, അതായത് I ക്യാപ്പ് പ്ലസ് 3j ക്യാപ്പ് പ്ലസ് 7k ക്യാപ്പ് ഡോട്ട്. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ ചോദ്യമായിട്ടൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ചോദ്യം പഠിച്ചാൽ ചിലപ്പോൾ വേറെ ചോദ്യത്തിൽ അത് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. A.B മാഗ്നിറ്റ്യൂഡ് അതൊക്കെ നിങ്ങൾക്ക് വേറെ രീതിയിൽ എഴുതാൻ പറ്റുമല്ലോ. അപ്പോൾ അടുത്തത് ബി എന്ന് പറയുന്ന വെക്റ്റർ 7i minus j plus 8k. ഇതും സിമ്പിളാണ്. ഡോട്ട് പ്രോഡക്റ്റ് എങ്ങനെ കാണാമെന്നുള്ളത് മനസ്സിലാക്കിക്കോ. ഐയുടെ കൂടെയുള്ള ഇവിടെയുള്ള നമ്പറും ഇവിടെയുള്ള നമ്പറും മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ 1, അവിടെ 7, അപ്പോൾ 1 × 7 എന്നിട്ട് പ്ലസ് ചെയ്യാം. ജെയുടെ കൂടെയുള്ള 2 നമ്പേഴ്സും മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ 3, അവിടെ -1, അപ്പോൾ 3 × -1 പ്ലസ് ചെയ്യുക. കെയുടെ കൂടെ ഇവിടെ 7, അവിടെ 8, അപ്പോൾ 7 × 8. അങ്ങനെ ഐയുടെ കൂടെയുള്ളതും ജെയുടെ കൂടെയുള്ളതും കെയുടെ കൂടെയുള്ളതും മൾട്ടിപ്ലൈ ചെയ്തിട്ട് അങ്ങ് ആഡ് ചെയ്താൽ മതി. ഇവിടെ ഇനി ഐയും ജെയും കെയും ഇട്ട് കൊടുക്കണോ? വേണ്ട. ഡോട്ട് പ്രൊഡക്റ്റിൽ പിന്നെ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, അത് ഒരു കോൺസ്റ്റൻ്റ് തന്നെ കിട്ടുക. അപ്പോൾ ആൻസർ ഈസ് 7 പ്ലസ് -3 പ്ലസ് 7 × 8 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 56. 7 - 3 4 ആണ്. 4 + 56 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 60 ആണ് ആൻസർ വരിക. അപ്പോൾ 60 ആണ് നിങ്ങൾക്ക് ആൻസർ കിട്ടിയത്. ഇനി സിമ്പിളാടാ, നമ്മുടെ ക്വസ്റ്റ്യൻ പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി എന്നല്ലേ. അപ്പോൾ പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? A.B. ഇക്വേഷൻ പഠിച്ചു നോക്കണേ. A.B ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ബി. A.Bയുടെ വാല്യൂ എന്താ? വാട്ട് ഈസ് A.B ഇപ്പം കിട്ടിയത്? 60. മാഗ്നിറ്റ്യൂഡ് ബിയുടെ വാല്യൂ എന്താ? റൂട്ട് 114. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ആൻസർ. ഇത്ര എഴുതിയാൽ മതി. ഇവിടുന്ന് A.Bയും പഠിച്ചു, മാഗ്നിറ്റ്യൂഡ് ബി കാണുന്നതും പഠിച്ചു. ഒരു വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാനും 2 വെക്ടറിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് കാണാനും പഠിച്ചു. ക്ലിയർ? അടുത്തൊരു ചോദ്യം. ഫൈൻഡ് ദ ഏരിയ ഓഫ് പാരലലോഗ്രാം ഹൂസ് അഡ്ജസൻറ്റ് സൈഡ്സ് ആർ ഗിവൺ ബൈ ദ വെക്ടേഴ്സ്. ഏരിയ ഓഫ് പാരലലോഗ്രാം ഇത് പഠിക്കണേ. ഏരിയ ഓഫ് പാരലോഗ്രാം പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഏരിയ ഓഫ് ട്രയാങ്കിളും. നോക്ക്, ഇതൊരു ട്രയാങ്കിൾ ആണെങ്കിൽ ഇത് എയും ഇത് ബിയും ആണെങ്കിൽ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്
ഹാഫ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി. ഇങ്ങനെയാണ് നമ്മളൊരു ട്രയാങ്കിളുടെ ഏരിയ എഴുതുക. പാരലലോഗ്രാം ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കും. ഒന്ന് എയും ഒന്ന് ബിയും ആണെങ്കിൽ ഇതിൻ്റെ ഏരിയ നമ്മൾ എഴുതുക. ഏരിയ ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി. അപ്പോൾ എ ക്രോസ് ബി കണ്ടെത്തിയിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടെത്തണം. എ ക്രോസ് ബി എന്ന് പറയുന്നത് ഒരു വെക്ടറാണ്. ഓക്കെ, അപ്പോൾ ഇത് സൈഡിൽ അവിടെ നിൽക്കട്ടെ, ഇത് ഓർത്ത് വെക്കുക. ശരി, അപ്പോൾ ഇവിടുത്തെ കേസിൽ മക്കളെ ശ്രദ്ധിച്ചേ, ഒരു പാരലലോഗ്രാം തന്നിട്ടുണ്ട്. ആ പാരലോഗ്രാമിൻ്റെ ഒരു സൈഡ് എയും ഒരു സൈഡ് ബിയുമാണ്. എ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെക്ടർ എടുത്തോ. എ എന്ന് പറയുന്ന വെക്ടർ 3i + j + 4k ആണ്. ബി എന്ന് പറയുന്ന വെക്ടർ i - j + k ആണ്. റെഡി? എന്നിട്ട് ഇതിൻ്റെ ഏരിയ ആണ് ചോദ്യം. ഏരിയ ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് എ ക്രോസ് ബി. അപ്പോൾ എ ക്രോസ് ബി കാണുന്നത് എങ്ങനെയാണെന്ന് ഇനി നിങ്ങളെ പഠിപ്പിച്ചു തരാൻ പോകുന്നത്. എ ക്രോസ് ബി വളരെ ഈസിയും സിമ്പിളുമായിട്ട് നിങ്ങൾക്ക് എ ക്രോസ് ബി കണ്ടെത്താം. എങ്ങനെയാണെന്നറിയോ? ഡിറ്റർമിനൻറ്റിൻ്റെ ഉള്ളിൽ ആദ്യത്തെ റോയിൽ i j k കൊടുക്കുക. ഡിറ്റർമിനൻറ്റ് കാണുന്ന രീതിയിൽ തന്നെ. രണ്ടാമത്തെ റോയിൽ എ ക്രോസ് ബി ആണെങ്കിൽ ഈ എയുടെ സ്കേലാർ കമ്പോണൻസ് എന്ന് പറയാം. ഐയുടെയും ജെയുടെയും കെയുടെയും മുമ്പിലുള്ളത് അത് 3, ജെയുടെ മുമ്പിൽ 1, കെയുടെ മുമ്പിൽ 4. അപ്പോൾ 3 1 4 കൊടുക്കുക. ബിയുടെ സ്കേലാർ കമ്പോണൻസ് ഐയുടെ മുമ്പിൽ 1, ജെയുടെ മുമ്പിൽ -1, കെയുടെ മുമ്പിൽ 1. അപ്പോൾ 1 - 1 1. ക്ലിയർ? എന്നിട്ട് എ ക്രോസ് ബി കാണുന്ന രീതി നോക്കും. നമ്മൾ നേരത്തെ ഡിറ്റർമിനൻറ്റ് ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. ആദ്യത്തത് ഏതാണോ അത് എഴുതും, i ഇൻറ്റു ഇതിന് നേരെയുള്ള റോയും കോളവും ക്യാൻസൽ ചെയ്യും. എന്നിട്ട് ഈ 4 എണ്ണത്തിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടെത്തും. അതെങ്ങനെയാണ്? 1 × 1 1 × 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആണല്ലേ. -1 × 4 അത് -4. ചെയ്തത് മനസ്സിലാക്കണേ. രണ്ടാമത്തതിന് മുമ്പിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പ്ലസ് മൈനസ് പ്ലസ്, രണ്ടാമത്തതിന് മുമ്പിൽ മൈനസ്. അപ്പോൾ മൈനസ് രണ്ടാമത്തത് ജെ ക്യാപ്പ് ഇൻറ്റു റോ ക്യാൻസൽ കോളം ക്യാൻസൽ. 3 × 1 3 -1 × 4 1 × 4 4 കഴിഞ്ഞു. പ്ലസ് മൂന്നാമത്തതിന് മുമ്പ് പ്ലസ്, അപ്പോൾ കെ ക്യാപ്പ് ഇൻറ്റു ഇതിന് നേരെയുള്ള റോയും ഇതിന് താഴെയുള്ള കോളവും ക്യാൻസൽ. പിന്നെ 3 × -1 -3 -1 × 1 എന്ന് പറഞ്ഞാൽ 1. അങ്ങനെ തന്നെയാണ് 3 × -1 -3 -1 × 1 1. സിമ്പിളാടാ, കഴിഞ്ഞു ആൻസർ. 1 + 4 എന്ന് വരും. 1 + 4 എന്ന് പറഞ്ഞാൽ 5. അപ്പോൾ 5 i കിട്ടും. 3 - 4 എന്ന് പറഞ്ഞാൽ -1 ആണ്. -1 × -j എന്ന് പറയുമ്പോൾ അത് +ji. അപ്പോൾ +j. -3 - 1 എന്ന് പറഞ്ഞാൽ -4 ആണ്. -4 × +k എന്ന് പറയുമ്പോൾ അത് -4k ക്യാപ്പായി. അപ്പോൾ ഇതാണ് നിങ്ങളുടെ എ ക്രോസ് ബി. എ ക്രോസ് ബി ചെയ്താൽ കിട്ടുന്നത് ഒരു വെക്റ്ററും നേരത്തത് എ ഡോട്ട് ബി ചെയ്താൽ കിട്ടുന്നത് ഒരു കോൺസ്റ്റൻറ്റ് സ്കേലാറുമാണ്. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കണേ. ഇനി ഏരിയ കണ്ടെത്തണമെങ്കിൽ നോക്കടാ, ഏരിയ ഓഫ് പാരലലോഗ്രാമിൻ്റെ ഏരിയ കണ്ടെത്തണമെങ്കിൽ നിങ്ങൾക്ക് എ ക്രോസ് ബി കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. ആ എ ക്രോസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് കണ്ടെത്തിയാൽ മതി. അപ്പോൾ നിങ്ങൾ നോക്ക്, എ ക്രോസ് ബി ഇത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് കിട്ടുക നിങ്ങൾക്ക്? 5 ഐയുടെ കൂടെ ഉള്ളത് 5, അപ്പോൾ 5ൻ്റെ സ്ക്വയർ പ്ലസ് ജെയുടെ കൂടെ 1, അപ്പോൾ 1ൻ്റെ സ്ക്വയർ പ്ലസ് കെയുടെ കൂടെ -4, അപ്പോൾ -4ൻ്റെ സ്ക്വയർ. ശരിയല്ലേ? അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ 5ൻ്റെ സ്ക്വയർ 25, 1ൻ്റെ സ്ക്വയർ 1, -4ൻ്റെ സ്ക്വയർ 16. അപ്പോൾ നമുക്ക് എല്ലാം കൂടി ആൻസർ എന്താ കിട്ടുക നോക്ക്. 25 + 1 26 + 16 42. അതൊക്കെ കാൽക്കുലേറ്ററിൽ ചെയ്താൽ പോരെ. അപ്പോൾ √42. ഇതാണ് ഏരിയ. ഏരിയ ആയതുകൊണ്ട് നമ്മൾ സ്ക്വയർ യൂണിറ്റ് എന്ന് കൂടി കൊടുത്താൽ നല്ലത്. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, ഇതേ സൈഡുകളുള്ള, അതായത് പാരലോഗ്രാമിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് തന്നിട്ട് അതിൻ്റെ ഏരിയ ചോദിച്ചത്, ഇതേ സൈഡുകളുള്ള ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ ചോദിച്ചാലോ? എ ക്രോസ് ബി കണ്ടെത്തണം, മാഗ്നിറ്റ്യൂഡും കണ്ടെത്തണം. അപ്പോൾ ട്രയാങ്കിൾ ആണെങ്കിൽ അതുകൊണ്ട് ഒരു ഹാഫ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 1/2 × √42 എന്ന് വരും. അതാണ് ഡിഫറൻസ്. മനസ്സിലാക്കട്ടോ, ചെയ്യാൻ പറ്റുന്നതാടാ. അടുത്തത്, ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ലൈൻസ്. ഇതെങ്ങനെയാണ് കണ്ടെത്തുക? അപ്പോൾ ഒരു ലൈൻ എഴുതുന്ന സമയത്ത് ഒരു ലൈനിൻ്റെ ജനറൽ ഇക്വേഷൻ ഇങ്ങനെയാണ് നമ്മൾ എഴുതാറുള്ളത്. വെക്റ്റർ ഫോമിലാണ്, കാർട്ടീഷ്യൻ ഫോമിൽ തന്നാലും ചെയ്യുന്ന രീതിയുണ്ട്. അപ്പോൾ അതോട് ആദ്യം എയും ബിയും കണ്ടെത്തി വെക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് പറയട്ടോ. അപ്പോൾ എയും ബിയും ആദ്യം കണ്ടെത്തി വെക്കണം. അപ്പോൾ 2 ലൈൻ ഉള്ളത് കൊണ്ട് ഇത് A1 ഇത് നമ്മൾ B1 ആയിട്ട് എടുക്കും. അതായത് കോൺസ്റ്റൻറ്റിൻ്റെ കൂടെ ഉള്ളതാണ് ബി. ഇത് രണ്ടാമത്തതിൽ ഇത് A2 ആൻഡ് കോൺസ്റ്റൻറ്റിൻ്റെ കൂടെ ഉള്ളത് ഇത് B2. ഇങ്ങനെ കൊടുക്കുക. റെഡി? എന്നിട്ട് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, ഡിസ്റ്റൻസ് കാണാനുള്ള ആ ഫോർമുല ഒന്ന് ഓർത്തെടുക്കുക. ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല D = A2 - A1. A2ഉം A1ഉം തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. എന്നിട്ട് B1 × B2 കൊണ്ട് അതിനെ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുക. എന്നിട്ട് B1 × B2ൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുക. ഓക്കെ, ഈ കിട്ടുന്ന ആൻസർ നെഗറ്റീവ് ആണെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ അങ്ങ് കണ്ടാളാം, പോസിറ്റീവ് ആണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യാനുള്ള ഫോർമുല. അപ്പോൾ ഇവിടെ വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് നോക്ക് നിങ്ങൾ. A1 വേണം, A2 വേണം, B1 വേണം, B2 വേണം.
ഞാൻ ആദ്യം A1 A2 മൈനസ് A1 ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ A1ഉം A2 B1ഉം B2 എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ A2 മൈനസ് A1 ആണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. A2 A1 അതിനാദ്യം A2 A1 എന്താണെന്ന് എഴുതാം. A1 ഈസ് ഈക്വൽ ടു I പ്ലസ് 2J പ്ലസ് K, ഇതാണ് A1. ആൻഡ് A2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെക്റ്റർ A2 ഈസ് ഈക്വൽ ടു 2I മൈനസ് J പ്ലസ് 4K. ഓക്കെ, ദെൻ A2 മൈനസ് A1 ഈസ് ഈക്വൽ ടു എങ്ങനെ ചെയ്യാം? A2 മൈനസ് A1 ആണെങ്കിൽ ഇവിടെയുള്ള ഐൻ്റെ കൂടെ ഉള്ളതിൽ നിന്ന് ഇവിടെയുള്ള ഐൻ്റെ കൂടെ ഉള്ളത് മൈനസ് ചെയ്യുക. ഇവിടെ 2 ഇവിടെ 1, അപ്പോൾ അത് 2 മൈനസ് 1 ചെയ്താൽ മതി. എന്നിട്ട് അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കണം. ശ്രദ്ധിക്കണേ, അതായത് A2 മൈനസ് A1 ചെയ്താലും ഒരു വെക്ടറാണ് കിട്ടുക. പിന്നെ നിങ്ങൾ പ്ലസ് ആയിട്ട് കൊടുക്കുക. അത് നോർമലി എഴുതുന്ന പ്ലസ്സാണ്, കമ്പോണൻറ്റ് ഫോമിൽ എഴുതുന്നത്. ഇനി ജേൻ്റെ കൂടെ ഇവിടെ എന്താ ഉള്ളത് നോക്കുക, -1 മൈനസ് ഇവിടെ ജേൻ്റെ കൂടെ 2 ഉള്ളത്, അപ്പോൾ -2. എന്നിട്ട് അതിൻ്റെ കൂടെ J ഇട്ട് കൊടുക്കുക. പ്ലസ് ഇത് കമ്പോണൻറ്റ് ഫോമിൽ എഴുതുന്ന പ്ലസ് ആണ്, അത് മനസ്സിലാക്കി വെക്കുക. Kൻ്റെ കൂടെ കൊടുക്കേണ്ടത് ഇവിടെ ഉള്ളത് 4, ഇവിടെ ഉള്ളത് Kൻ്റെ കൂടെ 1, അപ്പോൾ 4ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ മതി. എന്നിട്ട് K ഇട്ട് കൊടുക്കുക. സിമ്പിളാണ്. ഇനിയിപ്പോൾ അഥവാ A1 പ്ലസ് A2 ചോദിച്ചിട്ടുണ്ടെങ്കിലോ 1 പ്ലസ് 2I 2 പ്ലസ് -1J ആൻഡ് 1 പ്ലസ് 4K അങ്ങനെ കൊടുക്കുക. ക്ലിയർ? ഐഡിയ മനസ്സിലാക്കട്ടോ. ഇത് A2ൽ നിന്ന് A1 ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഓർഡറിൽ കൊടുത്തത്. A1 മൈനസ് A2 ആണെങ്കിൽ 1 മൈനസ് 2, 2 മൈനസ് -1, 1 മൈനസ് 4 അങ്ങനെ തന്നെയാണ് കൊടുക്കുക. അപ്പോൾ ആൻസർ 1 ഇൻറ്റു I ക്യാപ്പ്, -1 -2 -3, -3 ഇൻറ്റു J ക്യാപ്പ് -3J, 4 - 1 3, അപ്പോൾ പ്ലസ് 3K ക്യാപ്പ്. ദിസ് ഈസ് A2 മൈനസ് A1. ഇനി നമുക്ക് വേണ്ടത് B1 ക്രോസ് B2 അല്ലേ? രണ്ടാമത് എഴുതേണ്ടത് B1 ക്രോസ് B2. അപ്പോൾ നിങ്ങൾക്ക് B1ഉം B2 അറിയാട്ടോ. B1 എന്ന് പറയുന്നത് ഇതാ നിങ്ങളുടെ ഇത് I പ്ലസ് J പ്ലസ് K. ആൻഡ് വാട്ട് ഈസ് യുവർ B2? B2 എന്ന് പറയുന്നത് രണ്ടാമത്തെ 2I ക്യാപ്പ് പ്ലസ് J ക്യാപ്പ് പ്ലസ് K ക്യാപ്പ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് B1 ക്രോസ് B2? B1 ക്രോസ് B2 എന്ന് പറഞ്ഞാൽ എന്താ? I കൊടുക്കുക, J കൊടുക്കുക, K കൊടുക്കുക. ഓക്കെ, ആൻഡ് ഫസ്റ്റ് B1 അല്ലേ, അപ്പോൾ I J K അതിൻ്റെ മുമ്പിലുള്ള നമ്പേഴ്സ്. ഇവിടത്തതോ 2 1 1 ഇങ്ങനെ വരും. ഇനി B1 ക്രോസ് B2 ചെയ്യുന്ന സമയത്ത് I ക്യാപ്പ് ഇൻറ്റു ഡിറ്റർമിനൻ്റ് ചെയ്യുന്നത് പോലെ തന്നെ റോ ക്യാൻസൽ, കോളം ക്യാൻസൽ, 1 ഇൻറ്റു 1 1 മൈനസ് 1 ഇൻറ്റു 1 1 കഴിഞ്ഞു. രണ്ടാമത്തത് മൈനസ് J ക്യാപ്പ് ഇൻറ്റു റോ ക്യാൻസൽ, കോളം ക്യാൻസൽ, 1 ഇൻറ്റു 1 1 മൈനസ് 1 ഇൻറ്റു 2 2. മൂന്നാമത്തതിൻ്റെ മുമ്പിൽ പ്ലസ്, അപ്പോൾ പ്ലസ് K ക്യാപ്പ് ഇൻറ്റു റോ ക്യാൻസൽ, കോളം ക്യാൻസൽ, അപ്പോൾ 4 ബാക്കി വരുന്നത് 1 ഇൻറ്റു 1 1 മൈനസ് 1 ഇൻറ്റു 2 2. ശരിയല്ലേ? ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. അടുത്ത സ്റ്റെപ്പിൽ 1 മൈനസ് 1 0 ആണ്. അപ്പോൾ 0 I ക്യാപ്പ് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. 1 മൈനസ് 2 -1 -1 ഇൻറ്റു മൈനസ് J, അപ്പോൾ പ്ലസ് J, അപ്പോൾ 1 ഇൻറ്റു J ആണ്, അതുകൊണ്ട് J. 1 മൈനസ് 2 -1 അല്ലേ, -1 ഇൻറ്റു K എന്ന് പറഞ്ഞാൽ മൈനസ് K അല്ലേ, അപ്പോൾ മൈനസ് K ക്യാപ്പ്. ഇതാണ് B1 ക്രോസ് B2 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഇക്വേഷനിൽ വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അടുത്തത് വേണ്ടത് ഇതാ നോക്കേ, A2 മൈനസ് A1ഉം അത് കിട്ടി. ഡോട്ട് B1 ക്രോസ് B2 തമ്മിലുള്ള ഡോട്ട് പ്രൊഡക്റ്റ് അല്ലേ. അപ്പോൾ A2 മൈനസ് A1 എന്താ? I മൈനസ് 3J പ്ലസ് 3K, I മൈനസ് 3J പ്ലസ് 3K. ഇതാണ് നിങ്ങളുടെ A2 മൈനസ് A1 ഡോട്ട് വാട്ട് ഈസ് യുവർ B1 ക്രോസ് B2? 0 എഴുതണം, I ഉള്ളത് എഴുതണമെന്നില്ല, എന്നാലും ഞാൻ എഴുതി തരാം. അല്ലാതെ നിങ്ങൾ ചിലപ്പോൾ അത് തെറ്റിച്ചാലോ. J മൈനസ് K നമ്മൾ പറഞ്ഞ കണ്ടീഷൻ ഐയുടെ കൂടെ ഉള്ളത് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 1 ഇവിടെ 0, അപ്പോൾ 1 ഇൻറ്റു 0. ഡോട്ട് പ്രോഡക്റ്റ് ഇങ്ങനെയല്ലേ, പ്ലസ് Jയുടെ കൂടെ -3 ഇവിടെ 1, അപ്പോൾ -3 ഇൻറ്റു 1 പ്ലസ് Kയുടെ കൂടെ ഇവിടെ 3 ഇവിടെ -1, അപ്പോൾ 3 ഇൻറ്റു -1. അപ്പോൾ ആൻസർ എന്താ വരിക നോക്കും, -3 പ്ലസ് -3. അതായത് ഇവിടെ -3 വരും ആൻഡ് ഇത് 0 ആയി പോലെ, ഇത് -3 ആവും. അപ്പോൾ -3 എന്ന് പറഞ്ഞാൽ -6. ശരിയല്ലേ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ചെയ്യണം, കറക്റ്റായിട്ട് ചെയ്യുക, തെറ്റിക്കരുത്. ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്, അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. A2 മൈനസ് A1 ഡോട്ട് B1 ക്രോസ് B2. ഓക്കെ, അടുത്തത് ഒരാൾ കൂടി വേണം, മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 ക്രോസ് B2. B1 ക്രോസ് B2ൻ്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് എഴുതുമ്പോൾ നോക്ക്, 0 1 -1, അപ്പോൾ 0 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് -1 സ്ക്വയർ. അപ്പോൾ ആൻസർ എന്താ വരിക? 1 പ്ലസ് 1 നിങ്ങൾക്ക് ആകെ കിട്ടുന്നത് 2 ആണ്, അപ്പോൾ √2 ആണ് ആൻസർ വരിക. ക്ലിയർ? സോ നമ്മുടെ ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് അല്ലെങ്കിൽ മോഡുലസ് എന്നാണ് അത് വായിക്കുക, അത് മോഡുലസ് ആണ്, അടിയിലത്തതാണ് മാഗ്നിറ്റ്യൂഡ്. B1 ക്രോസ് B2 ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 ക്രോസ് B2. ഓക്കെ, സോ നോക്ക്, മാഗ്നിറ്റ്യൂഡ് അല്ല ഇത് മോഡുലസ്. അപ്പോൾ മുകളിൽ A2 മൈനസ് A1 ഡോട്ട് B1 ക്രോസ് B2 എന്ന് പറയുന്നത് -6 ഡിവൈഡഡ് ബൈ B1 ക്രോസ് B2ൻ്റെ മാഗ്നിറ്റ്യൂഡ് √2.
അപ്പോൾ ഇതെന്തിനാ മാഗ്നിറ്റ്യൂഡ്? അഥവാ നെഗറ്റീവ് ഉണ്ടെങ്കിൽ ആൻസർ പോസിറ്റീവായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. എടാ ഡിസ്റ്റൻസ് അല്ലേ, ഡിസ്റ്റൻസ് എപ്പോഴും പോസിറ്റീവ് അല്ലേ, അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്തത്. അപ്പോൾ ഈ നെഗറ്റീവ് മാറിയിട്ട് 6/√2 എന്ന് ആൻസർ വരും. ക്ലിയർ? ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ 26 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ടോട്ടൽ ഡിസ്കസ് ചെയ്തു. ആൻഡ് ഒരു 6 മാർക്കിൻ്റെ ചോദ്യം കൂടി പഠിച്ചാൽ 32 മാർക്കിൻ്റെ ചോദ്യം സെറ്റായി. ഇത് 6 മാർക്കിൻ്റെ ചോദിക്കുന്ന ഷുവർ ക്വസ്റ്റ്യൻ ആട്ടോ. 6 മാർക്കിൻ്റെ 2 ചോദ്യം എന്തായാലും ചോദിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാല്യൂസ് ഒക്കെ മാറിയേക്കാം, രീതി മാറിയേക്കാം, പക്ഷേ സെയിം മെത്തേഡിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, നോക്കും. സോൾവ് ദ ഫോളോയിങ് പ്രോബ്ലം ഗ്രാഫിക്കലി മാക്സിമൈസ് z ഇസ് ഈക്വൽ ടു. ഇത് ആദ്യം നോട്ട് ചെയ്യുക. എന്താ പറഞ്ഞത്? മാക്സിമൈസ് ചെയ്യണം, ഈ ഫംഗ്ഷനെ മാക്സിമൈസ് ചെയ്യണം. സബ്ജക്റ്റ് ടു, ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ട സംഭവങ്ങൾ. നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ തരുന്ന ആദ്യത്തത് കൺസിഡർ ചെയ്യുക. x+2y അത് ഈക്വൽ ടു ആണോ, ലെസ് ദാൻ ആണോ, ഗ്രേറ്റർ ദാൻ ആണോ ഒന്നും നോക്കണ്ട. എന്തായാലും നിങ്ങൾ ഈക്വൽ ടു എന്ന് പറഞ്ഞു കൊടുക്കുക. രണ്ടാമത് തന്നതും കൺസിഡർ ചെയ്യുക. 3x+y ഈക്വൽ ടു എന്നാക്കിയിട്ട് 15 എന്നാക്കി മാറ്റാം. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എക്സ് കൊടുക്കുക, വൈ കൊടുക്കുക. നോക്കണേ, ഭയങ്കര സിമ്പിളായത്. എക്സിന് 0 കൊടുക്കാം. എക്സിന് നിങ്ങൾ ഇക്വേഷനിൽ 0 കൊടുത്താൽ 0+2y = 10 കിട്ടും. അപ്പോൾ അതാ നോക്കേ, എക്സിന് 0 കൊടുത്താൽ 0+2y = 10 കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് x 0 ആകുന്ന സമയത്ത് നോക്ക്, അപ്പോൾ 2y = 10 കിട്ടും, y = 10/2 5 എന്ന് കിട്ടും. അപ്പോൾ വൈയുടെ വാല്യൂ 5 ആണ്. ഇനി അടുത്തത് വൈക്ക് 0 കൊടുത്തു നോക്കുക. വൈക്ക് 0 കൊടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ x+2 × 0 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 10. അതായത് x+0 = 10, x = 10. അപ്പോൾ നിങ്ങൾ വൈക്ക് 0 കൊടുത്താൽ എക്സിൻ്റെ വാല്യൂ കിട്ടുന്നത് 10 ആണ്. ഇത് നിങ്ങൾ കീപ്പ് ചെയ്യുക, ഇത് നിങ്ങൾ കീപ്പ് ചെയ്യുക, ഇത് നമുക്ക് ആവശ്യമുള്ളതാണ്. റെഡി? ഇനി ഇതേപോലെ തന്നെ നോക്ക്, വേറൊരു സംഭവം കൂടി. ഇതേപോലെ തന്നെ ഇത് വെച്ചിട്ട്, രണ്ടാമത്തത് വെച്ചിട്ട് ഇവിടെയും എക്സ് വൈ, എക്സിന് നിങ്ങൾ 0 കൊടുത്തു നോക്കും. എക്സിന് 0 കൊടുത്താൽ 3 × 0, എക്സ് 0 ആയാലും അപ്പോൾ y = 15 കിട്ടുക. പ്രശ്നമുണ്ടോ? y 0 കൊടുത്താലോ? y 0 കൊടുത്താൽ നമുക്ക് y 0 കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുക 3x+0 = 15, 3x = 15, x = 15/3 5 എന്ന് കിട്ടും. അപ്പോൾ y 0 ആണെങ്കിൽ x 5. ഓക്കെ, ഇതും കീപ്പ് ചെയ്യാം. 2 കാര്യങ്ങളായില്ലേ? അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചോ, ഇത് ഗ്രാഫിക്കലി നമുക്ക് വരയ്ക്കണം. ഗ്രാഫിക്കലിയാണ് ഇത് സോൾവ് ചെയ്യേണ്ടത്. ഈ 2 സംഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വലിയ പണിയില്ല. ഇനി ഞാനിത് നിങ്ങൾക്ക് ഗ്രാഫ് വെച്ച് കാണിച്ചു തരാം. ഗ്രാഫ് വെച്ച് കാണിച്ചു തന്നാൽ നിങ്ങൾക്കത് ഈ കളർ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗ്രാഫ് വെച്ചിട്ടേ ഒരു ഗ്രാഫ് വരച്ച് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നുകൂടി ഒന്ന് പെർഫെക്റ്റായിട്ട് മനസ്സിലാവും. അതായത് ഗ്രാഫ് ഞാൻ ഗ്രിഡൊക്കെ എടുത്ത് നല്ല അടിപൊളിയായിട്ട് വരച്ച് കാണിച്ചു തരാം. 15 ഇല്ലല്ലോ, കുറച്ചുകൂടി ഇത് ചെറുതാക്കേണ്ടിയിരുന്നു. പക്ഷേ ഓക്കെ, 15 ഇപ്പം കിട്ടിട്ടോ. വലുതാക്കിയപ്പം 15 കിട്ടിയിട്ടുണ്ട് എന്ന് തോന്നുന്നത്. 15 ഇവിടെ വലുതാക്കിയാൽ കിട്ടും. ഓക്കെ, 15 കിട്ടിയിട്ടുണ്ട്. ഇവിടെയൊക്കെ വേണേൽ നമുക്ക് ചെറുതാക്കാം. ഇത്ര ഇവിടേക്കൊന്നും ആവശ്യം വരേണ്ടതില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ ഗ്രാഫ്. നിങ്ങൾ നമ്പർ ലൈൻസ് കൊടുക്കണം കേട്ടോ, കറക്റ്റ് നമ്പർ എടുക്കണം. അതായത് 0 1 2 3 4 5 6 ഇവിടെ കൊടുത്ത വാല്യൂസ് എന്താ നോക്കി. ഇവിടെ 15 വരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 15 വരെ വരയ്ക്കാൻ പറ്റുമെങ്കിൽ 15 വരെ വരയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങൾ 2 4 6 8 10 ഓരോ സെൻറ്റിമീറ്ററും 2 യൂണിറ്റ് വീതമായിട്ടുള്ളത് എടുത്താൽ മതി. 1 സെൻറ്റിമീറ്റർ = 2 യൂണിറ്റ്, അങ്ങനെ കൺസിഡർ ചെയ്താൽ മതി. ഇനി നോക്ക്, ഈ ലൈന് ഇത് നമുക്ക് ഗ്രാഫിൽ വരയ്ക്കണം. അതെങ്ങനെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സംഭവം സിമ്പിളാണ്. എക്സിന് 0 കൊടുക്കുമ്പോൾ y 5 അല്ലേ? എക്സ് 0 കൊടുത്തപ്പോൾ y 5. അപ്പോൾ നോക്കണേ, എക്സ് 0 കൊടുത്തപ്പോൾ y 5 ആണ്. അപ്പോൾ ഈ പോയിന്റ് എക്സ് 0 ആകുമ്പോൾ y 5. നിങ്ങൾക്ക് ആ പോയിന്റ് മാർക്ക് ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. എക്സ് 10 ആകുമ്പോൾ y 0. അതായത് എക്സിന് 10 കൊടുക്കുമ്പോൾ y 0. അപ്പോൾ 10 0 എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്യാം. ഈ 2 പോയിന്റും നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം കണക്ട് ചെയ്തുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കുക. ഈ 2 പോയിന്റും കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക. വരച്ചു, നോ പ്രോബ്ലം. അപ്പോൾ കറക്റ്റ് സ്കെയിൽ മെഷർമെൻ്റ് എടുത്ത് വരച്ചാൽ നിങ്ങൾക്ക് അവസാനം ഞാനൊരു ട്രിക്കും കൂടി പറഞ്ഞുതരും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ എടുത്തത് ഗ്രാഫ്. അപ്പോൾ ഇനി അടുത്തത് എക്സ് 0 ആകുമ്പോൾ y 15. അപ്പോൾ ശ്രദ്ധിച്ചോ, എക്സ് 0 ആകുമ്പോൾ y 15 ആണ്.
ആൻഡ് അതിൽ തന്നെ എക്സ് 0 ആകുമ്പോൾ y 15, എക്സ് 5 ആകുമ്പോൾ y 0. അപ്പോൾ എക്സ് 5 ആകുമ്പോൾ y 0, അപ്പോൾ 5 0. ഇതും നിങ്ങൾ എന്ത് ചെയ്യുക, ഇതാ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഒരു ലൈൻ അങ്ങ് വരച്ചാൽ മതി. അപ്പോൾ പരിപാടി ഏകദേശം കഴിഞ്ഞു. നോക്ക്, നിങ്ങൾ ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ കറക്റ്റ് അവിടെ കിട്ടി. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ രണ്ട് ലൈനും എന്താണ് എന്നുള്ളതൊന്ന് എഴുതുക. എക്സ് പ്ലസ് 2y ഇനി ഈക്വൽ ടു എന്ന് എഴുതണ്ട കേട്ടോ. അല്ല സോറി, ഈക്വൽ ടു ഇവിടെ എഴുതിയാൽ മതി. അടുത്ത ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈക്വൽ ടു നമുക്ക് ഒഴിവാക്കണം. അപ്പോൾ ഇത് എക്സ് പ്ലസ് 2y ഈസ് ഈക്വൽ ടു 10 എന്ന് പറയുന്ന ലൈനും ഇതോ 3x പ്ലസ് y ഈസ് ഈക്വൽ ടു 15 എന്ന് പറയുന്ന ലൈനും. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ലൈനുകളുണ്ട്. ക്ലിയർ? ഈ രണ്ട് ലൈനുകളും വെച്ചിട്ടാണ് ഇനി നമ്മുടെ പരിപാടി. ശ്രദ്ധിച്ചോ, നിങ്ങൾ ആദ്യത്തത് ഇതാ നോക്കണേ, ഈസിയാണ്, ശ്രദ്ധിക്കണം. നിങ്ങൾ ആദ്യത്തെ ലൈന്, അതായത് എക്സ് പ്ലസ് 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 കൊടുത്തില്ലേ, ഇതിൽ അറ്റ് എക്സ് കോമ വൈ എക്സ് വൈക്ക് നിങ്ങൾ 0 0 കൊടുക്കുക. ഏത് പോയിന്റും കൊടുക്കട്ടോ. 0 0 കൊടുത്താൽ ഇവിടെ 0 പ്ലസ് 2 ഇൻറ്റു 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 കിട്ടും. 0 പ്ലസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 കിട്ടും. ഇത് ട്രൂ ആണെങ്കിൽ നോക്കണേ, ദിസ് ഈസ് ട്രൂ. 0 10നേക്കാളും ചെറുതാ. ട്രൂ ആണെങ്കിൽ ഷെയ്ഡ് ദ റീജിയൻ വേർ 0 0 കണ്ടെയ്ൻസ്. 0 0 വരുന്ന ഭാഗം ഷെയ്ഡ് ചെയ്യുക. അതായത് നിങ്ങൾ ഇവിടെ എക്സിനും വൈക്കും 0 0 കൊടുക്കുക. അപ്പോൾ അത് ശരിയാണെങ്കിൽ 0 0 വരുന്ന ഭാഗത്തേക്ക് ഷെയ്ഡ് ചെയ്യുക. ആ ലൈനിനെ സംബന്ധിച്ചിടത്തോളം, ഏത് ലൈനാണ്, എക്സ് പ്ലസ് 2y ഈക്വൽ ടു 10 എന്ന് പറയുന്ന ലൈനിനെ സംബന്ധിച്ചിടത്തോളം 0 0 വരുന്ന ഭാഗത്തേക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്ക് ഷെയ്ഡ് ചെയ്യേണ്ടി വരും. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ. അതായത് നിങ്ങളുടെ ഗ്രാഫിൻ്റെ സൊല്യൂഷൻ തന്നപ്പോൾ, അല്ലെങ്കിൽ ആദ്യം ഇത് തന്നപ്പോൾ എക്സും വൈയും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്നുണ്ട്. അതായത് എക്സിൻ്റെ വാല്യൂ ഒക്കെ 0 0നേക്കാളും കൂടുതലായിരിക്കും, വൈയുടെ വാല്യൂ ഒക്കെ 0 0നേക്കാളും കൂടുതലായിരിക്കും. അതെന്തിനാണ് തരുന്നത്? എക്സ് ഒക്കെ പോസിറ്റീവ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അതായത് എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് മൊത്തം ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതാണ്, അതായത് പോസിറ്റീവ് വാല്യൂസ് ആണ്. വൈക്ക് എടുക്കാൻ പറ്റുന്നതൊക്കെ പോസിറ്റീവാണ്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾക്ക് തരും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഫസ്റ്റ് ക്വാഡ്രൻറ്റ് മാത്രമേ നമ്മൾ പരിഗണിക്കേണ്ടതുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ രീതിക്ക് അനുസരിച്ച് ഈ 0 0 വരുന്ന ഭാഗത്തേക്ക് ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങോട്ടേക്ക് ഷെയ്ഡ് ചെയ്യുക, ഈ ലൈനിൻ്റെ താഴോട്ടേക്ക്. അപ്പോൾ ഈ ഒരു പോർഷനാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. ക്ലിയർ? ഇനി അടുത്തത്, അപ്പോൾ ആ ലൈന് നമ്മൾ ഷെയ്ഡ് ചെയ്തു എന്ന് വിചാരിച്ചോ, അങ്ങോട്ടേക്ക് താഴോട്ടേക്ക് ഷെയ്ഡ് ചെയ്ത് രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ട് കോമൺ റീജിയൻ മാർക്ക് ചെയ്യണം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഷെയ്ഡ് ചെയ്ത് വെക്കാത്തത്. അടുത്ത ലൈൻ കൺസിഡർ ചെയ്യുക. അടുത്ത ലൈൻ എന്താ? 3x പ്ലസ് y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15. ഇവിടെ നമ്മൾ അറ്റ് 0 0 കൊടുക്കുക. 0 0ൽ 0 0ക്ക് പകരം xy, അതായത് xyക്ക് പകരം 0 0 കൊടുക്കുമ്പോൾ ഇവിടെ എക്സിന് പകരം 0, അപ്പോൾ 3 ഇൻറ്റു 0 പ്ലസ് വൈക്ക് പകരം 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15. അതായത് എക്സിനും വൈക്കും 0 കൊടുക്കുക. അപ്പോൾ 0 പ്ലസ് 0 0 എന്ന് കിട്ടും. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15. ഇതും ട്രൂ അല്ലേ? അപ്പോൾ ട്രൂ ആയതുകൊണ്ട് നേരത്തെ പറഞ്ഞ അതേ കണ്ടീഷൻ, ഷെയ്ഡ് ദ റീജിയൻ, ഇതേ കണ്ടീഷൻ, ഷെയ്ഡ് ദ റീജിയൻ വേർ 0 0 കണ്ടെയ്ൻസ്. അപ്പോൾ ആ ലൈനെ സംബന്ധിച്ചിടത്തോളം 0 0 ഉള്ള ഭാഗത്തേക്ക് ഷെയ്ഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ഷെയ്ഡ് ചെയ്യാന്നുള്ളതാണ്. നോക്ക്, ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഈ താഴോട്ടേക്കുള്ള ഈ ഭാഗത്തേക്ക് ഷെയ്ഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഇതും ഷെയ്ഡ് ചെയ്തു. അപ്പോൾ ഈ ഒരു റീജിയനിൽ വരും. അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന റീജിയൻ ഇനി ഏതാണെന്ന് ചെക്ക് ചെയ്യാം. രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന റീജിയൻ എന്ന് പറയുമ്പോൾ നോക്കി, രണ്ടിലും കോമൺ ആയിട്ട് വരണം. അപ്പോൾ ഈ ഒരു റീജിയനാണ് രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത്. ശരിയല്ലേ? അപ്പോൾ ആ റീജിയൻ മാർക്ക് ചെയ്യാം. ഇനിയാണ് നമ്മുടെ പരിപാടി. ശ്രദ്ധിച്ചോ, ഇതിങ്ങനെ ഇതിനെ നമ്മൾ പറയുക എന്താണെന്നറിയോ? ഫീസിബിൾ റീജിയൻ എന്നാ. ഇതിനെ നമ്മൾ ഫീസിബിൾ റീജിയൻ എന്നൊക്കെ പറയും. നിങ്ങളോട് ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഡ്രോ ദ ഫീസിബിൾ റീജിയൻ എന്നൊക്കെ പറയും. പക്ഷെ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ ഇങ്ങനെ വരച്ചങ്ങ് കാണിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ എൻഡ് പോയിന്റുകൾ മാർക്ക് ചെയ്യാം. എൻഡ് പോയിന്റുകൾ എന്ന് പറയുമ്പോൾ അടുത്തതിൽ നമ്മൾ ചെയ്യുന്നത് ഇതാ നോക്കിക്കേ. അടുത്തതിൽ നമ്മൾ ചെയ്യുന്നത് നമുക്ക് എൻഡ് പോയിന്റ്സുകൾ, അതായത് കോർണർ പോയിന്റ്സ് എന്ന് നമ്മൾ പറയാം. കോർണർ പോയിന്റ്സ് നമ്മൾ ഫീസിബിൾ റീജിയൻ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കോർണർ പോയിന്റ്സ് എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ Z നിങ്ങൾക്ക് മാക്സിമൈസ് ചെയ്യേണ്ട ഒരു ഫംഗ്ഷൻ ഉണ്ട്, 3x പ്ലസ് 2y എന്ന് പറയുന്നത്. ആ Z ഇസ് ഈക്വൽ ടു 3x പ്ലസ് 2y എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ അവിടെ എഴുതിയും വെക്കുക. അത് നിങ്ങളുടെ കോർണർ പോയിന്റ്സ് നോക്ക്. ഇവിടെ ഈ ഷെയ്ഡ് ചെയ്ത റീജിയൻ്റെ കോർണറിൽ വരുന്ന പോയിന്റ് ഒന്ന് 0 0. ആദ്യത്തത് 0 0. രണ്ടാമത്തത് ഈ പോയിന്റ് ഏതാ 5 0. അതൊക്കെ നിങ്ങൾക്ക് ഗ്രാഫിൽ നിന്ന് കിട്ടും കേട്ടോ, ഗ്രാഫിൽ നിന്ന് കിട്ടും. മൂന്നാമത്തത് ഈ പോയിന്റ്, ആ പോയിന്റ് ഏതാടാ 0 5. ഇനി എൻ്റെ ഒരു ട്രിക്ക് വെച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ കുറച്ചൊരു ലോജിക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റ് ഏതാ നിങ്ങൾക്ക് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാവും. എക്സിൽ 4ഉം വൈയിൽ 3ഉം. അപ്പോൾ 4,3 ആണ് ഈ പോയിന്റ്. അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ? അത് വേറെ മെത്തേഡ് ഉണ്ട്, ഞാൻ പ്രോപ്പറായിട്ട് പറഞ്ഞുതരും. നിങ്ങൾ സ്കെയിൽ എടുത്ത് കറക്റ്റ് എക്സിലേക്ക് ഇത് എത്രയാണെന്നും കറക്റ്റ് വൈയിലേക്ക് ഇത് എത്രയാണെന്നും നോക്കുക. നിങ്ങൾ ചിലപ്പോൾ 10 20 30 40 ഒക്കെ ആണ് എടുത്തതെങ്കിൽ ചിലപ്പോൾ ഒരു 45 50 ഒക്കെ ആയിരിക്കും. പക്ഷേ അപ്പോൾ 40 50 എന്നൊക്കെ ആയിരിക്കും പോയിന്റ് വരിക.
അത് നിങ്ങൾ കറക്റ്റ് സ്കെയിൽ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും കിട്ടും. നിങ്ങൾക്ക് ആ 4-3 എന്ന് പറയുന്ന പോയിന്റ് അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ അതിനൊരു പ്രോപ്പർ മെത്തേഡ് കൂടി ഉണ്ട്. നിങ്ങൾ ആ 2 ഇക്വേഷനും സോൾവ് ചെയ്താൽ മതി. അത് കുറച്ചുകൂടി റിസ്ക് ഒന്നുമല്ല. നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ നോക്ക്, എക്സ് പ്ലസ് 2y = 10 എന്നുള്ളതാണ്. ഇതാണ് നിങ്ങളുടെ ആദ്യത്തെ ഇക്വേഷൻ, എക്സ് പ്ലസ് 2y = 10, ഇക്വേഷൻ നമ്പർ 1. രണ്ടാമത്തെ ഇക്വേഷൻ 3x + y = 15 ആണ്. ഈ 2 ഇക്വേഷനും സോൾവ് ചെയ്താലാണ് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ കിട്ടുക. സോൾവ് ചെയ്യേണ്ട സമയത്ത് എക്സിനോ വൈക്കോ കോയിഫിഷ്യൻ്റ് സെയിം ആയിരിക്കണം. എങ്കിലേ ഒരു ടേം എലിമിനേറ്റ് ചെയ്ത് പോയിട്ട് മറ്റേ വേരിയബിൾ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്നത്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3 ആയി. ഇവിടെ 2 ഉണ്ട് വൈൻ്റെ കൂടെ, ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അവിടെ 2 ആയി. നമുക്ക് ഏതെങ്കിലും ഒന്ന് ചെയ്യാം അല്ലേ? അപ്പോൾ ഞാൻ ഇക്വേഷൻ നമ്പർ 1നെ 3 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. 1നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ ഇക്വേഷനെ മൊത്തം ചെയ്യണേ 3x + 3 × 2y എന്ന് പറഞ്ഞാൽ 6y, 3 × 10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30 എന്ന് കിട്ടും. ഇതിനെ ഞാൻ പുതിയ ഇക്വേഷൻ 3 ആയിട്ട് എടുത്തു. എന്നിട്ട് ഞാൻ എന്താ നോക്ക് ചെയ്യുന്നത് ശ്രദ്ധിച്ചോ, ഈ 2ഉം 3ഉം തമ്മിൽ എന്തോ ഒരു ഓപ്പറേഷൻ ചെയ്താൽ നമുക്കത് ഒഴിവായി കിട്ടും. ഇനി അതെന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. ഓക്കെ, അപ്പോൾ നോക്കും, ഇത് ഒഴിവായി പോകണം. ഇപ്പോൾ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് സെയിമാണ്. ഇത് ഒഴിവായി പോകണമെങ്കിൽ 3x രണ്ടിൻ്റെ മുമ്പ് പ്ലസ്സാണ്. ഒഴിവായി പോകണമെങ്കിൽ 2 മൈനസ് ചെയ്താൽ, ഇത് 2 മൈനസ് ചെയ്താൽ മതി. 3x - 3x 0 ആയി പോകും. അപ്പോൾ 2ഉം 3ഉം ഇക്വേഷൻ 2ഉം 3ഉം മൈനസ് ചെയ്യാം. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ 15 ന്ന് 30 കുറച്ചാൽ -15 കിട്ടുക. വൈയിൽ നിന്ന് 6y മൈനസ് ചെയ്താൽ -5y കിട്ടുക. 3x നിന്ന് 3x മൈനസ് ചെയ്താൽ 0. അപ്പോൾ -5y = -15 ആണെങ്കിൽ y = -15/5 എന്നാണ് കിട്ടുക. -15/5 -15/5 എന്ന് പറഞ്ഞാൽ മൈനസും ക്യാൻസൽ ചെയ്ത് വരുന്നുണ്ടെങ്കിൽ y = 15/5, y = 3 എന്ന് കിട്ടും. വൈയുടെ വാല്യൂ എന്താടാ? 3. വൈയുടെ വാല്യൂ 3 ആണെങ്കിൽ നോക്ക്, വൈയുടെ വാല്യൂ മാത്രമേ ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ. വൈയുടെ വാല്യൂ 3 ആണെങ്കിൽ നിങ്ങൾക്ക് അതേപോലെ തന്നെ എക്സിൻ്റെ വാല്യൂ ഇനി കണ്ടെത്താം. എങ്ങനെ എക്സിൻ്റെ വാല്യൂ കണ്ടെത്തുക? ഈ വൈയുടെ വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുക്കുക. എക്സ് പ്ലസ് 2y = 10 അല്ലായിരുന്നു. വൈയുടെ വാല്യൂ ഇതിൽ കൊടുത്താൽ x + 2 × 3 = 10 എന്ന് കിട്ടും. അപ്പോൾ x + 6 = 10 എന്ന് കിട്ടും. x = 10 - 6 എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂ 4. അപ്പോൾ നിങ്ങളുടെ ആ കോർഡിനേറ്റ് x, y എന്ന് പറയുന്ന കോർഡിനേറ്റ് x4 y3. ഇത് ഞാൻ ഓൾറെഡി ഇവിടെ എഴുതിയല്ലോ. ഇത് ഓൾറെഡി നമ്മൾ അങ്ങനെ കണ്ടെത്തിയല്ലോ. അങ്ങനെ കണ്ടെത്താൻ പറ്റുമെങ്കിൽ അതാ ബെറ്റർ. കാൽക്കുലേഷൻ ചെയ്യണ്ട, തെറ്റിപ്പോകില്ല. മനസ്സിലായോ? സോ അതൊരു ട്രിക്കായിട്ട് തന്നെ മനസ്സിലാക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ കോർണർ പോയിന്റ്സുകളൊക്കെ ഇതൊക്കെ x, y എന്ന് പറയുന്ന രീതിയിലുള്ളത് അത് ഈ സെഡിൽ കൊടുക്കുക. അപ്പോൾ ഇവിടെ x, y കൊടുക്കുമ്പോൾ നമുക്ക് z = 3 × 0 + 2 × 0. അപ്പോൾ ആൻസർ ഈസ് 0. അടുത്തതിൽ കൊടുക്കുമ്പോൾ z = 3 × x-ന് 5, y-ക്ക് 0. അപ്പോൾ അതാ 2 × 0 0 + 3 × 5 എന്ന് പറഞ്ഞാൽ 15. അപ്പോൾ ഇവിടെ 15 കിട്ടുക. അടുത്തതിൽ കൊടുക്കുന്ന സമയത്ത് 3 × 0 + 2 × y-ക്ക് പകരം 5. അപ്പോൾ നമ്മുടെ ആൻസർ 10 കിട്ടുക. അടുത്തതിൽ കൊടുക്കുമ്പോഴോ 3 × 4 + y-ക്ക് പകരം 3, 2 × 3. അപ്പോൾ 3 × 4 12 + 2 × 3 6, 12 + 6 18. ഇതാണ് ആൻസർ. ചോദ്യം ഇനി ശ്രദ്ധിക്കുക. എന്താ ചോദ്യത്തിൽ പറഞ്ഞു നോക്കും? മാക്സിമൈസ് എന്നുള്ളതാണ്. മാക്സിമൈസ് ആണ് പറഞ്ഞെങ്കിൽ ഇതിലേതാ മാക്സിമം വാല്യൂ നോക്കുക. ഇതാണ് മാക്സിമം വാല്യൂ. മിനിമം ആണ് പറഞ്ഞെങ്കിൽ ഇതാണ് മിനിമം വാല്യൂ. ചോദ്യത്തിൽ മാക്സിമൈസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് മാക്സിമം വാല്യൂ നിങ്ങൾ ആൻസർ ചെയ്തേണ്ടത് ഇങ്ങനെയാണ്: മാക്സിമം വാല്യൂ ഓഫ് z ഈസ് = 18 അറ്റ് ഏത് പോയിന്റിലാണെന്നും കൂടി പറയാം. അറ്റ് 4, 3. 4, 3 സെഡിന് മാക്സിമം വാല്യൂ ഉണ്ടാകുന്നത്. ഇതാണ് അതിൻ്റെ സൊല്യൂഷൻ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഞാൻ പറഞ്ഞു 32 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇതിലുണ്ട്. ഇതിൽ നിന്നൊരു 25 മാർക്കെങ്കിലും വരാൻ ചാൻസ് ഉള്ളത് എന്തായാലും വരുന്നതാണ്. കാരണം സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചിരിക്കുക. അപ്പോൾ പഠിച്ചാൽ ആ 32 മാർക്കും തന്നെ ചോദിക്കട്ടെ, നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ. ആൻഡ് ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സോ ബൈ.